I will begin with journalism. As a journalist, ഡൽഹിയിൽ JNU പഠിക്കുന്ന കാലത്താണ് ജോൺ ബ്രിട്ടാസ് ഒരു ജേർണലിസ്റ്റ് ആവുന്നത്. അതെങ്ങനെയായിരുന്നു ആ തുടക്കം? ഞാൻ ഈയിടെയായിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, അതൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു നീക്കമായിരുന്നില്ല ഒരു ജേർണലിസ്റ്റ് ആവാൻ. ഒരു ആഡ് കണ്ടപ്പോൾ അതിനോട് ഒരു റിപ്ലൈ ചെയ്ത് വന്നതാണ് ജേർണലിസ്റ്റിലേക്ക് എന്ന്. ശരിയാണ് ധന്യ. ഞങ്ങളുടെയൊക്കെ ആ കാലഘട്ടത്തിൽ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് കേട്ടറിവുള്ള ഒരു പ്രൊഫഷൻ മാത്രമാണ്. അതിൻ്റെ ന്യൂവൻസസ് ഒന്നും നമുക്കറിയില്ലായിരുന്നു. യഥാർത്ഥത്തിൽ JNUവിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ ജേർണലിസ്റ്റ് ഒരു ട്രെയിനി ജേർണലിസ്റ്റായിട്ട് വന്നു. അത് ധന്യ പറഞ്ഞ കറക്റ്റാണ്. അതായത് MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പത്രത്തിൻ്റെ സബ് എഡിറ്റർ ട്രെയിനിയിലേക്ക് ആൾക്കാരെ ക്ഷണിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെയൊക്കെ അപേക്ഷിച്ച ചില ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരപേക്ഷ പൂരിപ്പിക്കുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എന്നെ കൂടി പൂരിപ്പിച്ച് വിട്ടോളാൻ പറഞ്ഞു. പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയില്ല, എനിക്ക് കിട്ടി. അങ്ങനെ ഒരു പത്രപ്രവർത്തകനായി. പിന്നെ നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് എല്ലാം ആകസ്മികതകളാണ്, കോയിൻസിഡൻസാണ്. അല്ലാതെ നമ്മൾ ഇന്നത്തെ കാലത്തെ പോലെ എല്ലാം ആലോചിച്ചുറപ്പിച്ച് തീരുമാനിച്ച് ഇതായിരിക്കണം നമ്മുടെ രംഗം, അങ്ങനെയൊന്നുമില്ല. എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടങ്ങ് പോകുന്നു. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയത്. ഒരുപക്ഷെ ഇപ്പം മൻമോഹൻ സിംഗിനെ കുറിച്ച് സഞ്ജയ് ബാരു പുസ്തകം എഴുതിയപ്പോൾ ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞ പോലെ ഒരു ആക്സിഡൻ്റൽ ജേർണലിസ്റ്റാണ് ഞാൻ. അവിചാരിതമായി ആകസ്മികമായി ഈ രംഗത്തേക്ക് വന്നൊരാൾ. എല്ലാ ആക്സിഡൻസ് ആയിരുന്നു. പക്ഷെ കരിയർ തുടങ്ങിയത് ഡൽഹിയിലായിരുന്നല്ലോ. പിന്നീട് കുറേ വർഷം ഡൽഹിയിൽ തന്നെ ആസ് എ പ്രിന്റ് ജേർണലിസ്റ്റ്, പിന്നീട് ആസ് എ TV ജേർണലിസ്റ്റ് പ്രവർത്തിച്ചു. അവിടുന്ന് നേടിയ ലാംഗ്വേജ് സ്കിൽസ്, അതായത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, അത് ഇന്നൊരു രാഷ്ട്രീയക്കാരനാവുമ്പോൾ അത് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഞാൻ യഥാർത്ഥത്തിൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തനം നടത്തുമ്പോൾ ധന്യ അവിടെ കുറച്ചു കാലം ഞാൻ 2003 അതെ, ഞാൻ ഡൽഹി വിട്ട ശേഷമാണ് ധന്യ വരുന്നത്. ധന്യ ഒരു ടെലിവിഷൻ്റെ ഭാഗമായിട്ട് ധന്യ ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ധന്യ ഇങ്ങനെ വളർന്ന് വലിയൊരു വടവൃക്ഷമായിരിക്കുകയാണ് ഇന്ന്. ഇല്ല ആണ്. അപ്പം യഥാർത്ഥത്തിൽ ധന്യ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പം ഞാനെന്നുള്ള വ്യക്തിയെ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയ സംഭാവന വഹിച്ചത് ഡൽഹിയാണ്. പക്ഷെ ഇന്നത്തെ ഡൽഹി അല്ല, അന്നത്തെ ഡൽഹി. ഞാനൊരു വിദ്യാർത്ഥിയായിരുന്ന സമയത്തോ അല്ലൊരു ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്തുള്ള ഡൽഹി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഡൽഹിയേക്കാളും വിശാലമായ ഡൽഹിയാണ്. ഞാൻ വിശാലം എന്ന് ഉദ്ദേശിക്കുന്നത് ജോഗ്രഫിയുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല, മാനസികമായൊരു വലിയൊരു വിശാലത ഡൽഹിക്കുണ്ടായിരുന്നു. ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ, ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ഭക്ഷിക്കാൻ, ഇഷ്ടവേഷം കഴിക്കാൻ, ഇഷ്ട പരിപാടിയിൽ പങ്കെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ JNUവിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ലോകത്തിൻ്റെ ഏത് മൂലയിൽ എന്ത് സംഭവം നടന്നാലും ഞങ്ങൾ വിദ്യാർത്ഥികൾ വൈകുന്നേരവും രാത്രിയും ഒക്കെ ചിലപ്പോൾ 2 മണി പുലർച്ചെ 3 മണി പുലർച്ചെ വരെ ആൾക്കാർ ചർച്ച ചെയ്യും. ലിബിയൻ ഡെവലപ്മെൻറ്റ്സ്, ഇദി അമീനെ കുറിച്ചുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ആ ഇടങ്ങളെല്ലാം ഇങ്ങനെ ചുരുങ്ങി ചെറിയ വളരെ സങ്കുചിതമായിട്ടുള്ള കള്ളികളായി. ഒരുപക്ഷെ ധന്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാനെന്നുള്ള മാധ്യമ പ്രവർത്തകനെ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകനെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഡൽഹിയാണ്. ഭാഷാപരമായിട്ടുള്ളത് ഹിന്ദി എനിക്ക് ഇപ്പോഴും അത്ര വലിയൊരു വശമൊന്നുമില്ല. അല്ല, ഞാൻ ഭാഷ എന്ന് മാത്രം ഉദ്ദേശിച്ചല്ല, ഡൽഹിയുടെ ഒരു സംസ്കാരം കൂടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഡൽഹിയിലൊക്കെ ഞാൻ ആദ്യം ചെന്ന സമയത്ത് ഒരു സ്കൂട്ടർ, ബജാജ് സൂപ്പർ എന്നുള്ളൊരു സ്കൂട്ടർ 6815, എനിക്ക് നമ്പർ ഇപ്പോഴും ഓർമ്മയുണ്ട്. എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് ഞാൻ അന്നാദ്യം ഉപയോഗിച്ച DDN 6815 ബജാജ് സൂപ്പർ സ്കൂട്ടർ. അതിന് പ്രത്യേകത കൊണ്ടുണ്ട്. അന്നത്തെ കാലത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഈ വാഹനങ്ങൾക്ക്. ഈ വാഹനങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ വേണ്ടി ഒരുപാട് കാലമെടുക്കും. അന്ന് MA ബേബി രാജ്യസഭ മെമ്പറായപ്പോൾ MP മാർക്ക് കോട്ടയുണ്ട്. അപ്പോൾ MA ബേബിയുടെ പേരിൽ മേടിച്ച ഒരു DDN 6815, ബേബി സാറിൻ്റെ പേരിൽ മേടിച്ച DDN 6815 എന്നുള്ളൊരു സ്കൂട്ടറിലാണ് യഥാർത്ഥത്തിൽ എൻ്റെ ഡൽഹി ജീവിതം ആരംഭിക്കുന്നത് തന്നെ. ആ സ്കൂട്ടർ കാണാത്ത ഗലികളില്ല, പോകാത്ത വഴികളില്ല. അപ്പോൾ അന്ന് എവിടെയും പോകാനുള്ള എന്താ പറയുക, മാനസികാവസ്ഥ ഉണ്ടായിരുന്നു, സാമൂഹ്യ അവസ്ഥ ഉണ്ടായിരുന്നു, അതിൻ്റെ രാഷ്ട്രീയ സംസ്കാരം അങ്ങനെയായിരുന്നു. ഇപ്പം ഞങ്ങളൊക്കെ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് EP ഉണ്ണി, വെങ്കടേഷ്, അങ്ങനെയുള്ള ആ ഒരു ഗ്യാങ്ങൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനൊക്കെ ഡൽഹി ഗേറ്റിൽ പോയി സ്കൂട്ടറിൽ ബീഫെല്ലാം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ വൈകുന്നേരം ബീഫൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്ന ആ രംഗങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഇന്നത്തെ ഡൽഹിക്ക് അങ്ങനെയുള്ള ഒരു സായുജ്യമോ അങ്ങനെയുള്ളൊരു സാവകാശമോ സ്വാതന്ത്ര്യമോ
ഉണ്ടോ എന്നൊരു സംശയമാണ്. ഇന്നത്തെ JNUവിന് ഇപ്പോൾ JNUവിൽ ഉദാഹരണം പറഞ്ഞാൽ ചില കാലയളവിൽ നിങ്ങൾക്ക് അവിടെ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് JNU ക്യാമ്പസ് മാറി. സെൻസർ ബോർഡ് അനുമതി നൽകുന്ന സിനിമകൾ പോലും പ്രദർശിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് JNU ക്യാമ്പസ് മാറി. എന്തിനേറെ പലസ്തീൻ വിഷയത്തെക്കുറിച്ച് സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിന് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്റ്റഡീസിന് ഒരു സെമിനാർ പോലും സംഘടിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി മാറി. ഇന്ത്യയിലെ ഏറ്റവും പുകൾപ്പെട്ട മികച്ച സർവകലാശാല എന്ന് പറയുന്ന ഒരിടത്തിൽ ഇതുപോലുള്ള ദേശീയ അന്താരാഷ്ട്ര വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഡൽഹി മാറിയപ്പോൾ ഒരുപക്ഷെ അന്ന് നമ്മളൊക്കെ അനുഭവിച്ച ഡൽഹി എന്ന് പറയുന്നത് വലിയൊരു നൊസ്റ്റാൾജിയായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ ധന്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഞാനെന്നുള്ള ഒരു സാമൂഹ്യ ജീവിയെ കരുപ്പിടിപ്പിക്കുന്നതിൽ ഡൽഹിക്ക് വലിയൊരു പങ്കുണ്ട്. പക്ഷേ ഇന്നത്തെ ഡൽഹി അല്ല, അന്നത്തെ ഡൽഹി. അത് ശരിയാണ്. ഞാൻ 2003 ഡൽഹിയിൽ ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, കേരള ഹൗസിൽ ബീഫ് ഉണ്ടായിരുന്നു. കേരള ഹൗസിലായിരുന്നു ഏറ്റവും വില കുറഞ്ഞ സദ്യയും ബീഫും കിട്ടുക. എനിക്കന്ന് പാലക്കാട് പഠിച്ച് ഡൽഹിയിൽ ആദ്യമായി ജോലി എടുക്കാൻ പോകുമ്പോൾ എനിക്ക് അറിയ പോലും ഉണ്ടായിരുന്നില്ല നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ബീഫ് കഴിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. ആ ഒരു സംസ്കാരമൊക്കെ ഞാൻ അന്ന് ആദ്യമായിട്ട് കാണാം. പക്ഷേ ഇന്നത്തെ ഡൽഹി ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ സദ്ദർജംഗിലൊക്കെ പോയാൽ ഒരു ബീഫ് വാങ്ങാനൊന്നും പറ്റില്ലല്ലോ ഇപ്പോൾ ഡൽഹിയിൽ. ആ ഡൽഹി മാറി. അന്ന് ഏറ്റവും വലിയൊരു കവറേജ് എന്ന് പറയുന്നത് ബാബറി മസ്ജിദ് ഡെമോളിഷൻ ആയിരുന്നു അല്ലേ? 20കളിലാണ് നിങ്ങൾ ആ ഒരു ബാബറി മസ്ജിദ് ഡെമോളിഷൻ കവർ ചെയ്യുന്നത്, വെൻ യു ആർ ഇൻ യുവർ 20s. ആ ഒരു റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഹൗ ഡിഡ് യു ഫീൽ ദാറ്റ് ഡേ? ആ റിപ്പോർട്ടിങ് എങ്ങനെയായിരുന്നു? യഥാർത്ഥത്തിൽ ഞാനെന്നുള്ളൊരു മാധ്യമ പ്രവർത്തകൻ എന്തെങ്കിലും മനസ്സിൽ അവശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ അവശേഷിച്ച ഘടകങ്ങളെ ഞാനൊന്ന് വിളക്കിച്ചേർക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രസക്തമായൊരു കണ്ണി എന്ന് പറയുന്ന ഈ ബാബറി മസ്ജിദിൻ്റെ ഒരു എപ്പിസോഡാണ്. അത് ഒരു റിപ്പോർട്ടർക്ക് കിട്ടുന്ന ഒരു അവസരം എന്ന നിലയിൽ വേണമെങ്കിൽ ജേർണലിസ്റ്റ് വേണേൽ കാണാം. പക്ഷെ അതിനപ്പുറം ഞാനെന്നുള്ള ഒരു രാഷ്ട്രീയ ജീവിക്ക് കുറേ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടാൻ വഴിവെച്ചൊരു സംഭവമായിട്ട് കൂടിയാണ് കാണുന്നത്. എനിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്നോട് പാതിരാത്രിയിൽ എന്നെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഈ പറഞ്ഞ ഡിസംബർ 6-ന് 92 ഡിസംബർ 6-ന് എന്ത് സംഭവിച്ചു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അന്ന് എഴുതിയ ആ വാർത്തയുടെ വരികളിലൂടെ വേണമെങ്കിൽ കാണാപ്പടം പോകാൻ പറ്റും. അതല്ലെങ്കിൽ ആ സംഭവങ്ങളെ വേണമെങ്കിൽ എനിക്ക് ഒന്നൊന്നായിട്ട് വേണമെങ്കിൽ എനിക്ക് റിസൈറ്റ് ചെയ്യാൻ പറ്റും, നരേറ്റ് ചെയ്യാൻ പറ്റും. അന്ന് അവിടെ കൂടിയിരുന്ന പ്രധാനപ്പെട്ട പല രാഷ്ട്രീയ നേതാക്കളുടെയും, മരിച്ചുപോയ ആൾക്കാരുണ്ട്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, അശോക് സിംഗിൾ, LK അദ്വാനി, ഉമാഭാരതി, അങ്ങനെ നിരവധി, മുരളി മനോഹർ ജോഷി, അങ്ങനെ എത്രയോ വ്യക്തിത്വങ്ങളുടെ മുഖങ്ങളും അവരുടെ ഭാവങ്ങളും വേണമെങ്കിൽ എനിക്ക് മനസ്സിലേക്ക് ആവാഹിക്കാൻ പറ്റും. അത്രത്തോളം രൂഢമൂലമായിട്ട് എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന ഒരു രംഗമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് തന്നെ. അതായത് ഈ ഡിസംബർ 6-ൻ്റെ പുലർവേളയിൽ അന്ന് നമ്മുടെ വെങ്കടേശൊക്കെ ഹിന്ദുവിൽ ഫ്രണ്ട് ലൈനിലുള്ളൂ. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് ഡൽഹിയിൽ നിന്ന് ജേർണലിസ്റ്റുകൾ വന്നത്. അപ്പം ഈ ഫൈസബാദ് എന്ന് പറഞ്ഞ ഒരു ഇരട്ട നഗരം, യു മസ്റ്റ് ഹവ് ഗോൺ ദിയർ. അപ്പോൾ ഫൈസബാദിൽ നിന്ന് രാവിലെ ഒരു 4:30-5 മണിക്ക് ഞങ്ങൾ എഴുന്നേറ്റ് പോവുക, സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട്. പുലർക്കാലത്ത് ഒരു അംബാസഡർ കാറിൽ ഞങ്ങൾ മാധ്യമപ്രവർത്തകർ തിങ്ങി ഇരുന്ന് ഈ പറഞ്ഞ കോടമഞ്ഞിനെ വകഞ്ഞു മാറ്റി ഇങ്ങനെ അയോധ്യയിലേക്ക് പോകുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ താങ്ങി നിർത്തുന്ന ഒരു പ്രതീകമാണ് ഈ 500 വർഷം പഴക്കമുള്ള ബാബറി മസ്ജിദ്. അതിലൊന്നും പോറലേൽക്കാൻ ഇന്ത്യ സമ്മതിക്കില്ല, ജനം സമ്മതിക്കില്ല, ഭരണകൂടം സമ്മതിക്കില്ല എന്നുള്ള ഒരു വലിയൊരു വിശ്വാസത്തിലാണ് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ പോകുന്നത്. അപ്പം വളരെ ലാഘവത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ ബാബറി മസ്ജിദിൻ്റെ നേരെ എതിർവശത്തുള്ള മനസ് ഭവൻ്റെ ടെറസിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഈ സംഭവവാസങ്ങളെല്ലാം കാണുമ്പോൾ ഒരു 11-12 മണിയോട് കൂടിയിട്ട് അന്തരീക്ഷം മാറുന്നു. ഒരു കലാപം എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മൾ കാണാറുണ്ട്. വളരെ സമാധാനത്തിൽ നിന്ന് പെട്ടെന്ന് എങ്ങനെയാണ് ഈ പറയുന്ന ഈ കാലുഷ്യത്തിൻ്റെ ഒരു വേലിയേറ്റം വരുന്നതെന്ന് പറയുന്നത് പോലെ അന്തരീക്ഷം മാറുന്നു. ഈ പറയുന്ന മന്ത്രോച്ചാരണങ്ങൾ ഒരു യുദ്ധഭ്രാന്തിൻ്റെ ലെവലിലേക്ക് പോകുന്നു. ഈ കയറും കപ്പിയും കെട്ടി കർസേവകർ ഇങ്ങനെ ബാബറി മസ്ജിദിൻ്റെ താഴെക്കൂടങ്ങളിലേക്ക് പോകുന്നു. നമ്മളിപ്പം ഡൽഹിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും മുകളിലിപ്പം കുരങ്ങന്മാരാണ്. അപ്പം എങ്ങനെ വാനരന്മാരെങ്ങനെ സഞ്ചരിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ പോകുന്നു. പിന്നീട് ഈ പിക്കാസും മറ്റുള്ള ഇതെല്ലാം ഉപയോഗിച്ച് ഈ
ഈ 500 വർഷം ഒരുപക്ഷെ ഇന്ത്യൻ മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ പ്രതീകമായിരുന്ന ഈ ബാബറി മസ്ജിദിൻ്റെ ഈ താഴികക്കുടങ്ങളിങ്ങനെ ധൂളികളായിട്ടിങ്ങനെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ലയിക്കുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വേണമെങ്കിൽ തിരിച്ചാവാഹിക്കാൻ പറ്റും. അത്രത്തോളം ശക്തമായി പതിഞ്ഞു കിടക്കുന്ന ഒരു ഇമേജാണത്. അന്ന് ഒരുപക്ഷെ തന്നെ പറഞ്ഞ് വളരെ കാലത്ത് 20കളുടെ തുടക്കത്തിൽ, ചെറിയ വയസ്സാണ് ഇന്നത്തെ കാലത്ത്, ഇന്നും വയസ്സിലൊന്നും വലിയ മാറ്റം വന്നിട്ടില്ല, എന്നാലും പറയാണ്. അപ്പോൾ ആ 20കളുടെ തുടക്കത്തിൽ കൈയടിക്ക്, ഒന്നുകൂടെ കൈയടിച്ച് ശരിയായില്ല. ആ തുടക്കം 20കളെ കുറിച്ച് ഈ ചോദ്യം മാത്രമേ ഉള്ളൂ. പിന്നെ തന്നെ എന്നെ വൃദ്ധരാക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷെ ഇവർ തയ്യാറാകുന്നില്ല. അതാണ്. അപ്പോൾ അന്നാണ് യഥാർത്ഥത്തിൽ ഞാൻ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുപോയ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആശയമല്ല യഥാർത്ഥത്തിൽ അവിടെ ഉയരാൻ പോകുന്നത്, ഉരുത്തിരിയുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. ഇന്ത്യ ഇരുണ്ടു പോകുന്നു. ഞാൻ അന്ന് എഴുതിയ വരികൾ തന്നെ എനിക്കിപ്പോഴോ ഉണ്ട്. ഈ പുലർക്കാലത്തൊക്കെ പോയത് ഉള്ള യാത്ര മതനിരപേക്ഷ ഇന്ത്യയുടെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും നനച്ചിരുന്നില്ല എന്നാണ് ഞാൻ എഴുതിയ വാക്കുകൾ. യഥാർത്ഥത്തിൽ ആ ഒരു സംഭവമല്ല യഥാർത്ഥത്തിൽ ഇന്ത്യയെ മാറ്റിമറിച്ചത്. ഇന്നത്തെ ഇന്ത്യയിലേക്കുള്ള ആദ്യത്തെ പ്രധാനപ്പെട്ട കവാടമെന്ന് പറയുന്നത് ബാബറി മസ്ജിദ് ആയിരുന്നില്ലേ? ആ ധൂളികളല്ലേ യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള ഒരു സംഭവവാസങ്ങൾക്ക് വഴിവെച്ചത്. ഞാനെന്നുള്ള മാധ്യമപ്രവർത്തകന് ഒരുപക്ഷെ ഒരു പ്രവചന സ്വഭാവം ഉണ്ട് എന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത് അന്നത്തെ ആ സംഭവത്തിൽ. അന്ന് എഴുതിയ വരികളൊക്കെ കറക്റ്റായിട്ട് ഭവിച്ചു. അതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പിന്നീട് സംഭവിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമായി ഞാൻ അയവിറക്കുന്നൊരു സംഭവമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ യു ആർ സെയിങ് ദറ്റ് അങ്ങനെ സംഭവിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അതായത് ഇന്ത്യ തടയും, ഇന്ത്യയിലെ ജനങ്ങൾ ഇത് സമ്മതിപ്പിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണ് അയോധ്യയിലേക്ക് പോയത് എന്ന്. പക്ഷേ അന്ന് ഈ ബാബറി മസ്ജിദ് ഡെമോളിഷന് ശേഷം ഇന്ത്യൻ മാധ്യമങ്ങൾ അത് ഒരുപാട് എതിർത്തു. ഇന്ത്യയുടെ മെയിൻ സ്ട്രീം മീഡിയ അതിനെതിരെ പല വർഷങ്ങൾ അവർ എഴുതി, ടെലിവിഷൻ ചാനലുകൾ അത് കാണിച്ചു. അപ്പോൾ എന്നാൽ പോലും 30 വർഷങ്ങൾക്ക് ശേഷം ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് നമ്മൾ കടന്നു പോകുമെന്ന് അന്ന് വിചാരിച്ചിരുന്നു. ദോ യു റോട്ട് ദാറ്റ് ഇതാണ് അതിന് തുടക്കം, എന്നാൽ അത് ഇത്ര പെട്ടെന്ന് ഉണ്ടാകുമെന്ന് വിചാരിച്ചിരുന്നു? അല്ല, ഈ രൂപത്തിൽ മാറുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം മാറും. നമ്മൾ മുമ്പ് കണ്ടിരുന്ന ആ സ്വച്ഛന്തമായ ഒരു രാഷ്ട്രീയത്തിന് പകരം ഒരു കലാപരൂക്ഷിതമായ അല്ലെങ്കിൽ സമൂഹത്തിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. എൻ്റെ കാര്യം തൊട്ട് പിന്നീട് സംഭവിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ ബാബറി മസ്ജിദ് കലാപത്തിന് തകർക്കലിന് ശേഷം പിന്നീട് രൂക്ഷമായ വർഗീയ കലാപങ്ങളുണ്ടായി. ചില റൈറ്റ്സൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഒന്ന് ഇന്നത്തെ പോലെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമ്മൾ ഈ റിസർവ്ഡ് പോലും അല്ലാത്ത കമ്പാർട്ട്മെൻറ്റിൽ കയറിയിട്ടാണ് ഓരോ സ്ഥലത്ത് പോകുന്നത്. ഇന്നത്തെ പോലെ ഹോട്ടൽസോ ട്രാൻസ്പോർട്ടോ ഒന്നുമില്ല ആ കാലഘട്ടം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ 1980 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതെങ്കിലും 1989 മുതൽ ഞാൻ കൃത്യമായിട്ട് അയോധ്യയിൽ പോകുന്നതാണ്. എന്നാൽ ശിലാന്യാസം മുതൽ ഒരു തർക്കഭൂമി തർക്കരഹിത ഭൂമിയായി പ്രഖ്യാപിച്ച് ശിലാന്യാസം നടത്തുന്ന 1989 മുതൽ അയോധ്യയിൽ പോകുന്നത്. അന്ന് ഈ കുതിരവണ്ടിയിലൊക്കെ കയറിയാണ് പോകുന്നത് എനിക്ക്. അപ്പോൾ ആ രീതിയിലാണ്. പക്ഷേ ഈ ഇന്ത്യയുടെ ഈ മാറ്റം ഇത്രത്തോളം വലിയൊരു മാറ്റമാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. മാറുമെന്നറിയാം, പക്ഷേ ഈ രൂപത്തിൽ ഒരു ഹിന്ദുരാഷ്ട്ര സ്ഥാപനത്തിൻ്റെ വഴിത്താരയിലേക്ക് നമ്മുടെ രാഷ്ട്രം ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പക്ഷേ ഇന്ത്യ മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമുണ്ടായിരുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ വയനാട് വന്നു, മാനന്തവാടി വന്നു. ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെയുണ്ട്. നമ്മുടെ ഒരു പ്രതീക്ഷ എന്താണ്? ഈ വയനാട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം 3 മതവിഭാഗത്തിലെ ആൾക്കാരും ഒരുമിച്ച് തിങ്ങിപ്പാർക്കുന്നു. പക്ഷേ ഇവിടെ ഉത്തരേന്ത്യയിലുള്ളതുപോലെയുള്ളൊരു വർഗീയ അസ്വാസ്ഥ്യമോ വർഗീയ കലാപമോ ഉണ്ടാകില്ല എന്നുള്ളത് നമ്മുടെ ഒരു പ്രതീക്ഷയും നമ്മുടെ ഒരു ആഗ്രഹവും നമ്മുടെ മനസ്സിലുള്ളൊരു ഉറപ്പുമാണ്. അതുപോലൊരു ഉറപ്പായിരുന്നു എനിക്ക് ബാബറി മസ്ജിദിനെ കുറിച്ചുള്ളത്. എന്താ കാരണം വെച്ചാൽ സാമ്രാജ്യം പോലുള്ള രാജ്യത്തിൻ്റെ പട്ടാളവും സേനകളും ഒക്കെ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ഇതുപോലുള്ള മതനിരപേക്ഷ ജനതയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെ ഈ താഴികക്കുടങ്ങൾ ഇങ്ങനെ നിലംപതിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നത് ഈ മാനന്തവാടിയിൽ ഒരു കാലുഷ്യം ഉണ്ടാകില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് പോലുള്ള ഒരു സംഭവമായിരുന്നത്.
അപ്പോൾ എത്ര പെട്ടെന്നാണ് അതിൽ മാറ്റമുണ്ടായതെന്ന് മനസ്സിലാക്കണം. പക്ഷെ ആ ഒരു ഭയം ഇപ്പൊ കേരളത്തെ കുറിച്ചുണ്ടോ? അതായത് ഇനിയൊരു 30 വർഷങ്ങളിൽ കേരളവും അങ്ങനെ മാറാമെന്ന്? ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യം തന്നെ. എൻ്റെ മനസ്സിൽ ഒരുപക്ഷെ നമുക്കെല്ലാം മാധ്യമപ്രവർത്തകർ എന്ന നിലയിലും പൊതുപ്രവർത്തന നിലയിലും ഒരുപാട് കുറവുകളുള്ള ആൾക്കാരാണ്, ന്യൂനതകളുള്ള ആൾക്കാരാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിലപ്പോൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു മലയാളി എന്ന നിലയിൽ, ഒരു പൊതുപ്രവർത്തന നിലയിൽ എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ എന്നെ വിഷമിപ്പിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, നമ്മളൊക്കെ പണ്ട് പരിചയിച്ച സൗഹൃദമുള്ള പല വ്യക്തികളും ഇന്ന് അവരുടെ ഭാഷകളിൽ വന്ന മാറ്റമാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ. 2, ഞാനെന്നുള്ള വ്യക്തി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ഉടനെ ഈ പറയുന്ന പോലെ ഈ കഴുകന്മാരിങ്ങനെ ഒന്ന് പറന്ന് വന്ന് കൊത്തിപ്പറിക്കുന്നത് പോലെ വർഗീയ വിഷം ഇങ്ങനെ വെതറി അങ്ങ് പോവുകയാണ്. അത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് ഓർമ്മയുണ്ട്, മമ്മൂട്ടിയും ഞാനും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ ഞങ്ങളുടെ ചില സ്വകാര്യ സംഭാഷണ വേളയിൽ ഞങ്ങളിങ്ങനെ അയവിറക്കുന്ന സമയത്ത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യമാണ്, ബ്രിട്ടാസെ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അവൻ ഒരുപക്ഷെ എൻ്റെ വിഷമം തന്നെ അദ്ദേഹത്തിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ പറയുമ്പോൾ ഉടനെ നമ്മളെ മുസ്ലിം എന്ന കള്ളിയിലേക്കോ ക്രിസ്ത്യാനി എന്ന കള്ളിയിലേക്കോ ആൾക്കാർ പിടിച്ചിടും. നമ്മൾ പറയുന്നതല്ല അവിടെ പ്രസക്തം, ആര് പറയുന്നു, ആ പറയുന്ന വ്യക്തിയുടെ മതമെന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രസക്തമായി വരുന്നതെന്ന് മമ്മൂക്കയെ പോലുള്ള ഇത്രയും എന്താ പറയുക, ഒരുപക്ഷെ കേരള സമൂഹത്തിൻ്റെ ഒരു നന്മയുടെ അല്ലെങ്കിൽ ഈ സാംസ്കാരിക തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം പറയുമ്പോൾ ഞാൻ പറഞ്ഞു, മമ്മൂക്ക 100% ശരി, എനിക്ക് അനുഭവമുണ്ട്. അതായത് വേണമെങ്കിൽ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭയുടെ ഗൂഢാലോചനയുടെ പരിണതഫലമായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് വേണമെങ്കിൽ ആൾക്കാർ ഇവിടെ പറഞ്ഞില്ല. ഇവിടെ ആ രൂപത്തിലേക്ക് വേണമെങ്കിൽ ഇതിനെ വളച്ചൊടിക്കാൻ പറ്റും, നമ്മളെ കള്ളിയിലേക്ക് പിടിച്ചിടാൻ പറ്റും. ചില സമയത്ത് ഞാൻ പാർലമെൻറ്റ് പ്രസംഗിക്കുമ്പോൾ എന്നോട് ചില ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളെന്തിനാണ് ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇത്രത്തോളം സംസാരിക്കുന്നത്? അവരാരാ നിങ്ങളുടെ മുസ്ലിങ്ങൾ, ആരാണ് നിങ്ങളുടെ ഈ രൂപത്തിൽ? അപ്പം ഞാൻ ചോദിച്ചാൽ മുസ്ലിങ്ങളോ? ഞാൻ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടാണ് എന്താ സംസാരിക്കുന്നത്, അല്ലാതെ മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു എന്നുള്ളതല്ല. ആ ഒരു പ്രത്യേക സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ഒരു വലിയൊരു ശൂന്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അവരുടെ മനസ്സിലുള്ളൊരു ഭയാശങ്കകളുണ്ട്. അത് പ്രകടിപ്പിക്കേണ്ടത്, പ്രതിഫലിപ്പിക്കേണ്ടത് ഒരു പൗരൻ നിലയിലൊരു കടമയാണ് എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ധന്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഒരു 20 വർഷം മുമ്പോ 25 വർഷം മുമ്പോ നമ്മൾ കണ്ട, നമ്മൾ പരിചയിച്ച കേരളമല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ള കേരളം. ഒരുപക്ഷെ ആ മാറ്റത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള വലിയൊരു രാജ്യത്തിൻ്റെ ആ മൈറ്റ് എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ മൈറ്റാകാം, ബ്യൂറോക്രാറ്റിക് മൈറ്റാകാം, ഫൈനാൻഷ്യൽ മൈറ്റാകാം, മസിൽ പവറാകാം. ആ മൈറ്റ് ഇങ്ങനെ കേരളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആവർത്തിച്ച് വലിയൊരു പ്രഹരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചില വാതിലുകൾ ഇപ്പം നമ്മുടെ സിനിമകളിൽ ഇങ്ങനെ വില്ലന്മാരിങ്ങനെ അടിച്ചിങ്ങനെ തകർക്കുമ്പോൾ ഇങ്ങനെ വാതിലിങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കും എന്ന് പറയുന്ന പോലെ കേരളത്തിൻ്റെ ഈ മതനിരപേക്ഷ വാതിലിനെ, ആ ഒരു കവാടത്തെ ഇങ്ങനെ ഭേദിക്കാൻ വേണ്ടിയിട്ട് വലിയ ഒരു താണ്ഡവം യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എൻ്റെ കൺമുമ്പിൽ കാണുന്നുണ്ട്, ഒരുപക്ഷെ ധന്യയുടെ കൺമുമ്പിൽ കാണുന്നുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഞാൻ 2009 മുതൽ കർണാടകയിൽ പ്രവർത്തിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ്. ഞാൻ തമിഴ്നാടും കേരളയൊക്കെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ്. എനിക്ക് എപ്പോഴും തോന്നുന്ന കാര്യം, തമിഴ്നാട്ടിലെ ആൾക്കാർക്കായാലും കേരളത്തിലെ ആൾക്കാർക്കായാലും ഒരു ഫോൾസ് ബ്രവാഡ് കൂടിയുണ്ട്. അതായത് ദ്രവീഡിയനിസം, കമ്മ്യൂണിസം, ഇങ്ങനെയുള്ള എല്ലാ ഒരു ഐഡിയോളജിക്കും ഉള്ളതുകൊണ്ട് നമ്മളെ ഒരിക്കലും കമ്മ്യൂണലിസം തൊടില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെ പോലെ ആകില്ല എന്നൊരു തോന്നൽ എനിക്ക് തോന്നുന്നു. അതൊരു നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. അതായത് നാളെ നമുക്കത് ഉണ്ടാകാം, നമ്മളുടെ സമൂഹത്തിലും ആ പ്രശ്നം വരും, നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. ഞാനൊരു എക്സാമ്പിളായിട്ട് പറയാം. ദ കേരള സ്റ്റോറി എന്നൊരു ഫിലിം റിലീസ് ചെയ്തു കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഫിലിം റിലീസ് ചെയ്ത ആദ്യ ദിവസം പോയി കണ്ട ഒരാളാണ് ഞാൻ. ബിക്കോസ് എൻ്റെ ഒരു ഷോന് വേണ്ടി എനിക്ക് ആ ഫിലിം കാണേണ്ട ഗതികേട് വന്നു. അപ്പോൾ ആ ഫിലിം കണ്ടപ്പോൾ ഞാൻ അന്ന് തന്നെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇവിടുത്തെ പല മന്ത്രിമാരെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ, അതായത് ഈ ഫിലിം എങ്ങനെയാണ് ഒരു ഫാൾസ് നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു എന്ന്. അപ്പോൾ എല്ലാവരും പറയും അതൊരു സിനിമയല്ല, അത് അവിടെ കുറച്ച് ആൾക്കാർ കാണും, ഇവിടെ നമ്മൾ ബാൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇവിടുത്തെ കാര്യം മാത്രമാണ് ആലോചിക്കുന്നത്, ഇവിടെ ബാൻ ചെയ്തു. പക്ഷെ ആ ഫിലിം ഉണ്ടാക്കിയ ഒരു
ഒരു പ്രശ്നമില്ല. അതായത് ഇപ്പം മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോയാൽ കേരളത്തിലെ വീക്ഷിക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പോൾ എത്രയോ സ്റ്റേറ്റുകളിൽ. അപ്പം നമ്മൾ പലപ്പോഴും വി ആർ ജസ്റ്റ് നോട്ട് ഇമാജിനിങ്, അതായത് ഇത് എന്ത് വലിയ പ്രശ്നമാകാം ഫ്യൂച്ചറിൽ എന്ന്. അതാണ് നമ്മുടെ ഒരു മെയിൻ പ്രശ്നം. ഈ കേരള സ്റ്റോറി എന്നുള്ള സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഈ കേരള സ്റ്റോറി സിനിമയെക്കുറിച്ചൊരു പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ കാര്യം സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ഒരു സിനിമയാണെന്ന് പറഞ്ഞ് ഞാൻ ഇട്ടത്. ഇത് ഒരു സിനിമ സെപ്റ്റിക് ടാങ്കിൽ ഇടണമെങ്കിൽ കേരള സ്റ്റോറി ആയിരിക്കണം ഞാൻ ഇട്ടു. അതിൻ്റെ മുകളിൽ വന്ന വിദ്വേഷ പ്രചരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരാളെന്നോട് ചോദിച്ചു, വൈ ഡോണ്ട് യു മേക്ക് എ കമൻറ്റ് ലൈക്ക് ദാറ്റ്? നോ, യു ഷുഡൻറ്റ് മേക്ക് ഇറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹാവ് യു സീൻ ദ മൂവി? അല്ല, കണ്ടില്ല, പക്ഷേ ഞാൻ കേട്ടു ഇന്ന് ക്യാബിനറ്റ് മിനിസ്റ്ററാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, സി, കേരളം പോലുള്ളൊരു സംസ്ഥാനത്തെ ഹൗ ക്യാൻ യു ടാർണിഷ് ഇറ്റ്? ഇത് ടാർണിഷ് ചെയ്യുന്ന ഒരു 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 നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളിതിപ്പുണ്ട്. അപ്പം ഈ രൂപത്തിൽ കേരളത്തെ ടാർണിഷ് ചെയ്തൊരു പടം. പക്ഷെ ധന്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഈ ഉത്തരേന്ത്യ ഇപ്പോൾ യു പിയിലുള്ള 2-3 എംപിമാർ അവർ ആത്മാർത്ഥമായി വിശ്വസിച്ചിരിക്കുകയാണ് കേരളം എങ്ങനെയാണെന്നുള്ളത്. അതായത് കേരളത്തിൽ ഇങ്ങനെ ഈ പറഞ്ഞ മുസ്ലിം സെൻറ്റേഴ്സിൽ പെൺകുട്ടികളെ, മറ്റ് മതസ്ഥരായിട്ടുള്ള പെൺകുട്ടികളെ ഇങ്ങനെ മതം മാറ്റി അവരെ സിറിയയിലേക്ക് വിടുന്നുണ്ട് എന്ന് അവർ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ ആ സിനിമ ചെലവാകാത്തൊരു ഇടം വേണം കേരളം മാത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ അല്ല. ഞാൻ പറയുന്നത് അത് കൗണ്ടർ ചെയ്യാൻ കേരള സർക്കാരും കേരള ജനങ്ങളും തയ്യാറായിരുന്നില്ല. ഈ എന്താ പറയുക, ഒരു കിണറ്റിലെ ഫ്രോഗ് എന്ന് പറയില്ലേ, അതുപോലെയാണ് നമ്മൾ കിടക്കുന്ന കിണറ്റിലെ കാര്യം മാത്രമേ നമുക്ക് അറിയുന്നുള്ളൂ. പക്ഷെ മറ്റെല്ലാവരും ഈ സിനിമ കാണാം. അപ്പം നമ്മളത് കൗണ്ടർ ചെയ്യാൻ പോലും തയ്യാറല്ല. ബിക്കോസ് നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ ആരും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കറക്റ്റാണ്. എന്താ കാരണം, ഞാനൊരു ഇപ്പം ധന്യ സംസാരിച്ച പോലെ ഞാൻ പ്രധാനപ്പെട്ട ഒരാളോട് സംസാരിച്ചപ്പോൾ, പക്ഷേ അദ്ദേഹം വളരെ ബാലൻസ്ഡ് ആയ ഒരു കാര്യം പറഞ്ഞു. ബ്രിട്ടാസി, അത് നമ്മൾ വലിയ രൂപത്തിൽ അത് ടേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം വലിയ രൂപത്തിൽ നമ്മുടെ ആൾക്കാർ കൂടി കാണുന്നത് എന്താ വെച്ചാൽ എനി പബ്ലിസിറ്റി ഈസ് എ ഗുഡ് പബ്ലിസിറ്റി എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹമുണ്ട്. അപ്പോൾ നമ്മളെ പ്രകോപിപ്പിച്ച് നമ്മളെ കൊണ്ടിത് ബാൻ ചെയ്യിപ്പിച്ച് ഈ സിനിമയ്ക്ക് കൂടുതൽ കറൻസി വാങ്ങാൻ വേണ്ടി ശ്രമിക്കാൻ അവർ തയ്യാറായേക്കും. അപ്പോൾ ആ ഒരു ചതിക്കുഴിയിൽ നമ്മൾ പെടാതിരിക്കുന്നത് നല്ലതാണ്. ഒരു പക്ഷേ ഈ കേരള സ്റ്റോറി കേരളം ബാൻ ചെയ്തില്ല. ഒരു സിനിമയും ബാൻ ചെയ്യരുന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ ബാൻ എന്നുള്ളത് ബേസിക്കലി ആ സിനിമയെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൗണ്ടർ പ്രൊഡക്റ്റീവായിട്ട് മാറും. ഇപ്പം സൽമാൻ റുഷ്ദിയുടെ ആ പുസ്തകം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ത്യയിൽ വായിച്ചിട്ടുണ്ടാവും. എന്നാ കാരണം അത് ബാൻ ചെയ്തുകൊണ്ടാണെന്ന്. അല്ല, ഇവിടെ ബാൻ ചെയ്തില്ല, പക്ഷെ ആൾക്കാർ തിയേറ്ററുകളിൽ വന്നില്ല. ഒരു പക്ഷേ ആ ഒരു ജാഗ്രത മലയാളികൾ കണ്ടു. പക്ഷെ അതേസമയം തന്നെ പറയുന്നത് വളരെ കറക്റ്റാണ്. നമുക്കൊന്നും സംഭവിക്കില്ല. കേരളം ഇതുപോലെ തന്നെ നിൽക്കും, മതസൗഹാർദ്ദത്തിൻ്റെ ഒരു നാടായിട്ട് നിൽക്കും. ഇതുപോലെ എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാർ ഒരുമിച്ച് ഒരു റൂഫിൻ്റെ അടിയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഒരു സംവാദത്തിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം നാളെയും ഉണ്ടാകുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ അഭിരമിക്കുന്നവരാണ് നമ്മളെന്നുള്ള കാര്യത്തോട് എനിക്ക് തർക്കമില്ല. ഒരു പക്ഷേ ഓരോ ദിവസവും ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഓരോ ദിവസവും പോരാട്ടത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും ദിവസമായിരിക്കണമെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ ചെറുതായിട്ടൊന്ന് കണ്ണ് ചിമ്മിയാൽ നമ്മുടെ കേരളത്തെ വേറൊരു രൂപത്തിലേക്ക് മാറ്റും. ഈ കേരളത്തിന് അങ്ങനെ ഒരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ടാണല്ലോ വിവേകാനന്ദൻ ഇത് കേരളം ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ചത്. ഒരുപാട് ജാതീയതയും ഇതുപോലുള്ള ഒരുപാട് കൊള്ളരുതായ്മകളുമുള്ള ഒരു ഭൂമികയായിരുന്നു കേരളം. അവിടെ നിന്ന് നമ്മുടെ നവോത്ഥാന നായകരുടെയും മറ്റുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആൾക്കാരുടെയും ശ്രമഫലമായിട്ടാണ് കേരളം ഇതുപോലെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ടത്. പക്ഷേ ഇന്നത്തെ വളരെ പെർവേസീവായിട്ടുള്ളൊരു നാഷണൽ ആംബിയൻസിൽ ഈ ഒരു തുരുത്തിന് ഇതുപോലെ അതിജീവിക്കണമെങ്കിൽ നിരന്തര പ്രതിരോധത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും പ്രസക്തി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. നമുക്ക് മീഡിയയിലേക്ക് തിരിച്ചു പോകാം. നമ്മൾ ബാബരി മസ്ജിദാണല്ലോ സംസാരിച്ചത്. ഇന്ന് ബാബരി മസ്ജിദ് ഡെമോളിഷൻ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്ത്യൻ മാധ്യമങ്ങൾ എങ്ങനെ കവർ ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്? ഞാൻ ഈ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഗവേഷണം ചെയ്തൊരു മാധ്യമപ്രവർത്തകർ. ഒരുപക്ഷെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഗവേഷണ ടോപ്പിക്ക് തന്നെ എങ്ങനെയാണ് മാധ്യമങ്ങൾ ഈ വർഗീയതയെ ഉലയൂതുന്നുള്ള ഒരു വിഷയമായിരുന്നു. അതിൽ ഞാൻ ഈ ബാബറി മസ്ജിദിൻ്റെ കവറേജുമായി ബന്ധപ്പെട്ട് വളരെ പ്രസക്തമാണ്. അതായത്
ബാബറി മസ്ജിദ് നിലംപൊത്തിയ സമയത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളെ മാറ്റി നിർത്തി. ഹിന്ദി മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ഈ അമേരിക്കയിലുള്ള മാധ്യമങ്ങളുടെ സ്വഭാവത്തിലാണ്. എംബഡഡ് ജേർണലിസം യഥാർത്ഥത്തിൽ ഏറ്റവും പ്രകടമായി അതിൻ്റെ വൾഗർ രൂപത്തിൽ കണ്ടത് ഈ ബാബറി മസ്ജിദ് വിഷയത്തിലാണ്. ദൈനിക് ജാഗരനെ പോലുള്ള ഹിന്ദി പത്രങ്ങളൊക്കെ യഥാർത്ഥത്തിൽ കർസേവകരുടെ രൂപത്തിലാണ് അയോധ്യ മൂവ്മെൻറ്റിനെ കണ്ടത്. പക്ഷേ ഹിന്ദി പത്രങ്ങളിലൊക്കെ വന്ന അപസർപ്പക കഥകളൊക്കെ നമ്മളിപ്പോൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ മോഷ്ടിക്കപ്പെടുന്നു, അമ്പലങ്ങൾ വിഴുങ്ങപ്പെടുന്നു, അതൊക്കെ പഴയ ഔറംഗസീബിൻ്റെ കാലത്തോ അല്ലെങ്കിൽ ടൈമൂറിൻ്റെ കാലത്തൊക്കെ സംഭവിച്ചതുപോലെ വലിയ എന്താ പറയുക പൊടിപൊട്ടലങ്ങളുടെ അകമ്പടിയോടുകൂടി വിദേശ പട്ടാളങ്ങൾ ഇങ്ങനെ ആ പ്രതീതി അങ്ങനെ സൃഷ്ടിച്ചിരുന്നു. പക്ഷെ അന്നും ഇംഗ്ലീഷ് പത്രങ്ങൾ ഇതൊരു ബ്ലോട്ട് ഓൺ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എഴുതി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതേ പത്രങ്ങൾ ഏതാനും വർഷം കഴിഞ്ഞപ്പോൾ തലകുത്തനെ മറിഞ്ഞു. ഉദാഹരണം പറഞ്ഞാൽ പിന്നീട് ഈ അയോധ്യ വേർഡിറ്റൊക്കെ വരുന്ന സമയത്ത് ഈ ഇന്ത്യൻ പത്രങ്ങളുടെ ട്രയംഫ് എന്ന് പറഞ്ഞിട്ട് എവിടുന്ന് ട്രയംഫ് ഓഫ് അയോധ്യ മൂവ്മെൻറ്റ്, അയോധ്യ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിജയഭേരി. ഈ പത്രങ്ങൾ 20 വർഷം മുമ്പ് എഴുതിയതും ഇപ്പോഴും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ട്? യഥാർത്ഥത്തിൽ ഏത് രൂപത്തിലാണ് നമ്മുടെ സമൂഹം മാറിയതെന്ന് മനസ്സിലാക്കണമെങ്കിൽ കഴിഞ്ഞൊരു 25 വർഷത്തെ മാധ്യമങ്ങളെ പരിശോധിച്ചാൽ മാത്രം മതി. ഇപ്പം ഒരു അന്യഗ്രഹ ജീവി ഇന്ത്യ പണ്ടെന്തായിരുന്നു, ഇന്ത്യ ഇന്നെന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ ദിനപത്രത്തിൻ്റെ താളുകൾ മാത്രം ഒന്ന് എടുത്ത് പരിശോധിച്ചാൽ മതി. 20 വർഷം മുമ്പുള്ള ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയും തമ്മിലുള്ള അന്തരമാണ്. 20 വർഷം മുമ്പുള്ള ഇന്ത്യയുടെ ഇന്ത്യയും ഇന്നത്തെ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഇന്ന് ഈ റൈറ്റ് വിങ് ഫോഴ്സിന് ഏറ്റവും ചാലകശക്തിയായിട്ടുള്ളത് മീഡിയയാണ്. ഇപ്പം അതുകൊണ്ടാണല്ലോ ഒരുപക്ഷെ മീഡിയയെ മനസ്സിൻ്റെ വ്യവസായം എന്ന് വിളിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹേതു എന്ന് പറയുന്നത് ചെറുത്ത് സ്വാധീനമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഈ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട് കലാപമുണ്ടായ സ്ഥലങ്ങളിലൊക്കെ ഒരു BJPക്ക് ഒരു വളർച്ച ഉണ്ടായത് അവിടുത്തെ ഹിന്ദി മാധ്യമങ്ങൾ ഒന്നടങ്കം ആ ഒരു ഐഡിയോളജിയുടെ ടോർച്ച് ബെയറേഴ്സായി, പതാകവാഹകരായി മാറി. സൗത്തിലേക്ക് അത്രത്തോളം അത് ഏശാത്തതിന് കാരണം ഇവിടുത്തെ മീഡിയ മോർ ഓർ ലെസ് ഒരു ഇൻറ്റഗ്രിറ്റി അക്കാര്യത്തിൽ മറ്റു കാര്യത്തിലല്ല, അക്കാര്യത്തിൽ കാത്തു എന്നുള്ളതാണ്. പക്ഷേ ഇന്നും ഇന്ത്യയിൽ ഞാൻ കേരളത്തിലെ മലയാള പത്രപ്രവർത്തകരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒന്നാം UPA ഗവൺമെൻറ് 2004 കേരളത്തിൽ നിന്ന് എത്രയോ ക്യാബിനറ്റ് മന്ത്രിമാരുണ്ടായിരുന്നു. AK ആൻ്റണി, വയലാർ രവി, ഒരുപാട് മന്ത്രിമാർ, പിന്നെ KC വേണുഗോപാൽ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, സുരേഷ് കൊടുക്കൽ, അങ്ങനെ വേണമെങ്കിൽ ഒരു 8-9 മന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ. ആ മന്ത്രിമാർക്കെല്ലാം കിട്ടിയ കവറേജിനേക്കാൾ കൂടുതൽ കവറേജ് കഴിഞ്ഞ മോഡി ഗവൺമെൻറ്റിൽ ഒരു സഹമന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകി. അദ്ദേഹത്തിന് സ്വതന്ത്രമായിട്ടൊരു വകുപ്പ് പോലും ഉണ്ടായിരുന്നില്ല, ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ്. അതായത് ക്യാബിനറ്റ് മന്ത്രിമാരടക്കം 1/2 ഡസനിലേറെ മന്ത്രിമാർക്ക് കേരള മാധ്യമങ്ങൾ നൽകിയ കവറേജിനേക്കാൾ കൂടുതൽ കവറേജ് ഒരു സഹമന്ത്രിക്ക്, BJP ഗവൺമെൻറ്റിലുണ്ടായ ഒരു സഹമന്ത്രിക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ നൽകി. കേരളത്തിലെ മാധ്യമങ്ങൾ എത്ര കണ്ട് വ്യതിചലിച്ചു മാറി എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ദൃഷ്ടാന്തം മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതിയെന്ന് ഞാൻ എൻ്റെ മാധ്യമ സുഹൃത്തുക്കളോട് പലപ്പോഴും പറയാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ തുടങ്ങിയത് ദേശാഭിമാനിയിലാണ്, പിന്നീട് കൈരളി, കുറച്ചു കാലം ഏഷ്യാനെറ്റ്. അപ്പോൾ പാർട്ടിയുടെ 2 മാധ്യമ സ്ഥാപനങ്ങളിലാണ് പ്രധാനമായിട്ട് ജോലി എടുത്തത്. അതിന് ലിമിറ്റേഷൻസ് എന്തായിരുന്നു? അതായത് എത്രത്തോളം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിലും അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. പാർട്ടിയുടെ ഒരു പെർവ്യൂവിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. സോ ഹൗ ഡു ലുക്ക് ബാക്ക് അറ്റ് ദാറ്റ്? ഒരു പക്ഷേ എന്നോട് ഇത് ഞാൻ വേറൊരു ലെവലിലിട്ടിട്ട് സംസാരിക്കാവേ. അതായത് ഞാൻ രാജ്യസഭ MP ആയ സമയത്ത് എന്നോട് ചിലർ ചോദിച്ചു, മാധ്യമപ്രവർത്തനത്തിൻ്റെ പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വലിയ വൈരുദ്ധ്യമല്ലേ, ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഇതെന്താണെന്ന് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ചോദിക്കുന്നതെന്ന് ഞാൻ പറയും. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് രണ്ടും കോംപ്ലിമെൻ്ററിയാണ്. മാധ്യമപ്രവർത്തനവും പൊളിറ്റിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ദൈനംദിനം മുദ്രാവാക്യം വിളിക്കൽ മാത്രമല്ല, സമൂഹത്തോടുള്ള നമ്മുടെ
ഒരു പ്രതിബദ്ധതയാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ സം ടോട്ടൽ ഓഫ് അവർ റിയാക്ഷനാണ്, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ദൗത്യമാണ് ഒരു പക്ഷേ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതൊക്കെ മാറിയിരിക്കുക. ഇനി ഞാൻ എൻ്റെ ആ ചോദ്യത്തിൻ്റെ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എടുക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകൾ ആരായിരുന്നു? കറകളഞ്ഞ രാഷ്ട്രീയക്കാരായിരുന്നു. ഇന്ന് ആരോട് ചോദിച്ചാലും പറയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് വേണേൽ മഹാത്മാഗാന്ധിയോ BR അംബേദ്കറോ, എന്തിനേറെ 3 ഭാഷകളിൽ മാധ്യമപ്രവർത്തനം നടത്തിയ ഭഗത് സിംഗും ആയിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് വളരെ കുറച്ച് കാലയളവേ അദ്ദേഹം ജീവിച്ചുള്ളെങ്കിൽ പോലും 3 ലാംഗ്വേജിൽ അദ്ദേഹം മാധ്യമപ്രവർത്തനം നടത്തി. ഏറ്റവും മികച്ച ജേർണലിസ്റ്റുകൾ ഒരാളായിരുന്നു കാൾ മാർക്സ്. അദ്ദേഹം യൂറോപ്പിൽ ഒരു അമേരിക്കൻ പ്രസിദ്ധീകരണത്തിന് വേണ്ടിയിട്ട് 8 വർഷം യൂറോപ്പിൻ്റെ ബ്യൂറോ ചീഫായിട്ട് പ്രവർത്തിച്ചു. ഇനി കേരളത്തിലേക്ക് വരിക. കേരളത്തിലെ ഏറ്റവും മികച്ച മാധ്യമപ്രവർത്തകർ KP കേശവൻ എടുക്കുക, K ബാലകൃഷ്ണൻ എടുക്കുക, സ്വദേശി ശിവകുമാരൻ എടുക്കുക, ആരെ എടുക്കൂ? മികച്ച രാഷ്ട്രീയക്കാരായിരുന്നു. എന്നാണോ നമ്മുടെ മാധ്യമ രംഗത്ത് നിന്ന് രാഷ്ട്രീയം ചോർന്നു പോയത്, അന്നാണ് ഈ മാധ്യമ പ്രവർത്തനം താഴേക്ക് കൂപ്പുകുത്തിയത്. അതാണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ. എന്നാണോ മാധ്യമ പ്രവർത്തകർക്ക് രാഷ്ട്രീയ ബോധം നഷ്ടപ്പെട്ടത്, അന്നാണ് മാധ്യമ മേഖലയുടെ ആത്മാവ് നഷ്ടപ്പെട്ടത്. ഇനി ഞാൻ തിരിച്ചു വരാം ഒന്നും കൂടി. അതായത് അല്ല, അപ്പൊ എനിക്കൊരു കാര്യം ആഡ് ചെയ്യണം. അതായത് രാഷ്ട്രീയം എന്നത് വേറെ, രാഷ്ട്രീയ പാർട്ടി എന്നത് വേറെ. ഒരു ജേർണലിസ്റ്റിന് പൊളിറ്റിക്സ് ഉണ്ടാവണമെന്ന് ഞാനും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരു ജേർണലിസ്റ്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി ഐഡന്റിഫൈ ചെയ്യുമ്പോൾ അതിന് ലിമിറ്റേഷൻസ് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ അതിലേക്ക് വരാം. എന്താ കാരണം വെച്ചാൽ ഈ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് ഇപ്പോൾ ഒരു അടിത്തറ കിട്ടാൻ വേണ്ടി ഞാൻ പറയണം. അതിലേക്ക് തീർച്ചയായിട്ടും ഞാൻ വരും. ശരി, ഞാൻ ഒരിക്കലും ആ ചോദ്യം ഒഴിഞ്ഞു മാറില്ല. അതായത് സിനിമയിൽ ഓസ്കർ അവാർഡ് എന്ന് പറയുന്നത് പോലെ, ഇത് എനിക്കറിയാവുന്ന മേഖലയാണ്, പക്ഷെ ഇവർക്കറിയണ്ട. സിനിമയിൽ ഓസ്കർ അവാർഡ് എന്ന് പറയുന്ന പോലെ മാധ്യമപ്രവർത്തനത്തിലെ ഓസ്കർ എന്ന് പറയാവുന്ന പുലിറ്റ്സർ പ്രൈസാണ്. ഒരു പ്രവർത്തകനോ പുലിറ്റ്സർ പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ അംഗീകാരമാണ്. ഇതാണ് കാരണം. ഈ പുലിറ്റ്സർ അവാർഡ് എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കയിലെ കറകളഞ്ഞ രാഷ്ട്രീയക്കാരനായ ജോസഫ് പുലിറ്റ്സർ, ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്ന ജോസഫ് പുലിറ്റ്സറുടെ പേരിലുള്ളതാണ് ഈ പുലിറ്റ്സർ അവാർഡ്. ഒരു രാഷ്ട്രീയക്കാരൻ്റെ പേരിലായിരുന്നു. അപ്പം രാഷ്ട്രീയം ഒരിക്കലും ഈ ഒരു പ്രതിബന്ധമായിരുന്നില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇനി ഇപ്പം ഇന്ത്യൻ മാധ്യമ പ്രവർത്തനത്തിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികൾക്കൊക്കെ കറകളഞ്ഞ രാഷ്ട്രീയമുണ്ട്. ഇനി ഇതിലേക്ക് വരാം. അതായത് എങ്ങനെയാണ് ഒരുപക്ഷെ ഒരു പാർട്ടിയുടെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മാധ്യമപ്രവർത്തനം. പക്ഷേ എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ, ഞാൻ ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തനത്തിലും ഭാഗവാക്കായിട്ടുണ്ട്, അപ്പുറത്തും ഭാഗവാക്കായിട്ടുണ്ട്. എനിക്ക് അതിൽ വലിയൊരു വ്യത്യാസം തോന്നിയിട്ടില്ല. എന്ന കാരണം എന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഈ മലയാളിക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. മലയാളിക്ക് ഉദ്ദേശിക്കുന്നത് പ്രശ്നമായിട്ടില്ല ഞാൻ പറയണം, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന, നമ്മുടെ മനസ്സിൽ ഉള്ള ഏക പക്ഷപാതിത്വം എന്ന് പറയുന്നത്, ബയസ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന പൊളിറ്റിക്സാണ്. പക്ഷേ പൊളിറ്റിക്സ് എന്നുള്ളതിനേക്കാൾ, അതിനെ ബയസായിട്ട് ഞാൻ കാണുന്നില്ല, അതിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് പക്ഷപാതങ്ങൾ നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ മനസ്സിലുണ്ട്. ജാതിയുടെ, മതത്തിൻ്റെ, വർഗപരമായ താല്പര്യങ്ങളുടെ ഒരുപാട് പക്ഷപാതിത്വങ്ങൾ പേറിയിട്ടാണ് മാധ്യമപ്രവർത്തനം നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട പക്ഷപാതിത്വം ഇന്ന് മാധ്യമ മേഖലയിലെ കോർപ്പറേറ്റ് മൂലധനമാണ്. ഇന്ന് എന്തുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഹിന്ദുസ്ഥാൻ ടൈംസിലെയും ഒരു പത്രപ്രവർത്തകനോ ധന്യയെപ്പോലെ ധൈര്യത്തോടെ ഒരു വാർത്ത കൊടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ആ കോർപ്പറേറ്റിൻ്റെ പക്ഷപാതിത്വം ആ മാധ്യമ സ്ഥാപനത്തിൽ ഇങ്ങനെ തിളക്കിയാണ്. എന്തിനു വേണ്ടി തിളക്കണം? സാമ്പാർ എന്ന് പറഞ്ഞ പോലെ അത്രത്തോളം പക്ഷപാതിത്വം അവിടെയുണ്ട്. അപ്പോൾ ഈ പക്ഷപാതിത്വങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ വീക്ഷണമുള്ള സ്ഥാപനത്തിൻ്റെ പക്ഷപാതിത്വം അതിനേക്കാൾ വളരെ കുറവാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. പിന്നെ വേറൊന്ന്, ചില ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട്, അതായത് പൊളിറ്റിക്സ് നിങ്ങൾക്കൊരു ഞാൻ ഇത് വളരെ സത്യസന്ധമായൊരു സംഭാഷണമെന്നുള്ള പറയുകയാണ്. ഞാൻ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം സ്വീകരിച്ചത് എന്നെ ആരും നിർബന്ധിച്ചിട്ടല്ല, അതെൻ്റെ ചോയ്സായിരുന്നു. ഒരുപക്ഷെ ഞാൻ വളർന്നു വന്ന ഗ്രാമത്തിൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയമല്ല. പക്ഷേ എങ്കിൽ പോലും ഏതോ ഒരു ഘട്ടത്തിൽ വെച്ച് ഞാനൊരു ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മാറിയെങ്കിൽ അതെൻ്റെ ചോയ്സായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഒരുപക്ഷെ എൻ്റെ പൊളിറ്റിക്സ്
എനിക്ക് ദൂരക്കാഴ്ച നൽകുന്ന ഒരു അധിക വാതായനമായിട്ടാണ് ഞാൻ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഉദാഹരണം, ഞാൻ ഇന്ന് പാർലമെൻറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ യാഥാർത്ഥ്യങ്ങളെ കുറേയും കൂടി സ്പഷ്ടമായി കാണാൻ എനിക്ക് സഹായകമാകുന്നത് എൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയമാണെന്ന് ഞാൻ തറപ്പിച്ച് പറയും. ഒരുപക്ഷെ ആ ഇടതുപക്ഷ രാഷ്ട്രീയമോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തിൻ്റെ ആ പശ്ചാത്തലവും ഇല്ലാത്ത ഒരു MP ഒരു പ്രത്യേക സംഭവത്തെ കാണുന്നതിനേക്കാൾ കൂടുതൽ സ്പഷ്ടമായിട്ട് സൂക്ഷ്മമായിട്ട് ഒരു വിഷയത്തെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു സംഭവം നടക്കുമ്പോൾ ആ സംഭവത്തിലെ കഥാപാത്രങ്ങളെ ഞാൻ പെട്ടെന്ന് നോക്കും. ഉദാഹരണം, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും വലിയൊരു മുതലാളിയും തമ്മിൽ തർക്കം നടക്കുന്നു. എനിക്ക് ഒരു ഇടതുപക്ഷ മനസ്സുണ്ടെങ്കിൽ ഞാൻ ആ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ പ്രശ്നം എന്താണെന്ന് ആദ്യം പരിശോധിച്ച് നോക്കും. പക്ഷേ മനസ്സിൽ വർഗപരമായ പക്ഷപാതിത്വമുള്ള ഒരു കോർപ്പറേറ്റ് പക്ഷപാതിത്വമുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എങ്ങനെയായിരിക്കും എന്നറിയോ? ഓട്ടോ ഡ്രൈവറുടെ തമ്മാടിത്തം, അതായിരിക്കും അന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഇതാണ് ഒരു പക്ഷേ ഒരു മാധ്യമപ്രവർത്തകന് രാഷ്ട്രീയം വേണം, ദൂരക്കാഴ്ച വേണം, പ്രത്യയശാസ്ത്രം വേണമെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്. ഇന്ത്യൻ മാധ്യമ മേഖലയെ കരുപ്പിടിപ്പിച്ച എല്ലാ വിശാരദന്മാർക്കും പ്രകടമായ രാഷ്ട്രീയമുണ്ട്. രണ്ടാമത്തെ കാര്യം തന്നെയാണ്, നമ്മളിപ്പോൾ നാം പറഞ്ഞാൽ ഒരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ തന്നെക്കൊരു രാഷ്ട്രീയം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ സംഭവത്തെ നമ്മൾ വക്രീകരിക്കുമോ? ഒരിക്കലും വക്രീകരിക്കില്ല. ഇൻസിഡൻസിനെ ഇൻസിഡൻസായി തന്നെ നമ്മൾ കാണും. അതുകൊണ്ടാണല്ലോ നമ്മൾ മാധ്യമപ്രവർത്തനത്തിൽ പറയുന്നത്, ആരാ പറഞ്ഞ പോലെ ന്യൂസ് സാക്രസൻ്റ് ആണ്, വ്യൂസ് പേഴ്സണലാണ് എന്ന്. ന്യൂസിനെ ന്യൂസായി കാണുകയും അതേസമയം അത് സംബന്ധിച്ചുള്ള വ്യാഖ്യാനത്തെ നമ്മുടേതായ സ്വന്തമായ ഒരാശയത്തിൻ്റെ പശ്ചാത്തലത്തിൽ കാണുകയും ചെയ്യുന്നതിന് പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് എനിക്ക് വലിയൊരു വ്യത്യാസം അനുഭവപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഒരുപക്ഷെ കുറേയും കൂടി ഒരു സ്വാതന്ത്ര്യം എനിക്ക് അത് തന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഒന്നും കൂടി പറയാം, അതായത് ഇറാഖ് യുദ്ധകാലത്ത് അന്ന് ബാഗ്ദാദിൽ പോകാൻ ഭാഗ്യം ലഭിച്ച ഒരു മാധ്യമപ്രവർത്തകൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ബാഗ്ദാദിൽ ആദ്യം ലാൻഡ് ചെയ്ത് ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഞാനായിരുന്നു. ആദ്യം ലാൻഡ് ചെയ്ത് എനിക്ക് വലിയ ഇന്നും തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംതൃപ്തിയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ ടെലിവിഷൻ ചാനലുകളുടെയും ബ്രേക്കിംഗ് ന്യൂസ് ഡെമോക്രസിക്ക് വേണ്ടിയുള്ളൊരു പോരാട്ടം എന്നുള്ളതായിരുന്നു. അഷറിംഗ് ഇൻ ഡെമോക്രസി ഇതായിരുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് അപ്പ് ചെയ്ത ഒരു CNN ജേർണലിസ്റ്റോ അല്ലെങ്കിൽ ഒരു BBC ജേർണലിസ്റ്റോ ഒരു ഫോക്സിൻ്റെ ജേർണലിസ്റ്റോ ഇറാഖിലേക്ക് ജനാധിപത്യം കൊണ്ടുവരാൻ വേണ്ടിയുള്ള യുദ്ധമായിട്ട് ആ ഒരു സംഭവത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് എയറിലേക്ക് പോകുന്ന സമയത്ത് അവരോട് തോൾ ചാരി നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് അധിനിവേശമാണ്, ഒരു ജനതയ്ക്ക് മേലുള്ള കടന്നാക്രമണമാണെന്ന് ഞാൻ പറയുന്നു. അതല്ലേ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത്? അങ്ങനെയല്ലേ സംഭവിച്ചത്? അപ്പോൾ അവർ പറയുന്നത് സ്വതന്ത്രമായ ജേർണലിസം എന്ന് നമ്മൾ ആ കള്ളിയിലിടുന്നു. ഞാൻ പറയുന്നത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ ജേർണലിസമാണെന്ന് കള്ളിയിലിടുന്നു. ഇതിലേതിലാണ് കാപട്യമുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണം. ജോൺ ബ്രിട്ടാസ് എന്നൊരു ഇൻ്റർവ്യൂവർ വളരെ പോപ്പുലർ ആണല്ലോ കേരളത്തിൽ. അന്നത്തെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഓർമ്മയുണ്ടോ? ഫോർ എക്സാമ്പിൾ ഒരു BJP ലീഡറെ ഇൻ്റർവ്യൂ ചെയ്തത്, അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കോൺഗ്രസ് ലീഡറെ ഇൻ്റർവ്യൂ ചെയ്തത്, ഏതെങ്കിലും ഓർമ്മിക്കുന്ന ഇൻ്റർവ്യൂസ് ഉണ്ടോ? ഒരുപാടുണ്ട്. ഞാൻ പക്ഷേ BJP നേതാക്കളെ അധികം ചെയ്തിട്ടില്ല. കാരണം വെച്ചാൽ കേരളത്തിൽ അങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്ന കൊള്ളാവുന്ന BJP നേതാക്കളൊന്നും ഡൽഹിയിലും അങ്ങനെ ഒരു 1-to-1 ഇൻ്റർവ്യൂ. എന്താ കാരണം എന്ന് വെച്ചാൽ ഞാനൊക്കെ ഈ ദൃശ്യമാധ്യമ രംഗത്തേക്ക് വരുമ്പോഴേക്കും വലിയ വിശാരദന്മാരായിട്ടുള്ള BJP നേതാക്കളൊക്കെ ഒന്നിലോ വലിയ പദവിയിലേക്ക് മാറി. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഇപ്പം മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, AK ആന്റണിയെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്, K കരുണാകരനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്കൊരു ബേസിക്കലി എൻ്റെ ഓരോ ഇൻ്റർവ്യൂകളും ഒരുപക്ഷെ എൻ്റെ ഒരു ലേണിംഗ് കർവാണ്. യഥാർത്ഥത്തിൽ ആ ഇൻ്റർവ്യൂവിൽ നിന്ന് പ്രേക്ഷകർ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കാരനാണ്. പല ഇൻ്റർവ്യൂകളും ഒരുപക്ഷെ കമ്പൽഷൻസ് കൊണ്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനൊരു മീഡിയ മാനേജർ കൂടിയാണ്, ആയിരുന്നു, ഇപ്പോഴും അതിൻ്റെ കുറച്ചുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് അടുത്ത ആഴ്ച ഈ ഒരു പർട്ടിക്കുലർ ഇൻ്റർവ്യൂവിന് കിട്ടേണ്ട ഒരു റേറ്റിങ്ങിനെ കുറിച്ചുള്ള ചില സംശയങ്ങളും സന്ദേഹങ്ങളും കൂടി വരും. ഒരുപക്ഷെ അതൊരു കോംപ്രമൈസായിരുന്നു, ഞാനത് തുറന്ന് പറയാം, അതൊരു കോംപ്രമൈസാകാം. പക്ഷേ ധന്യ പറഞ്ഞ വളരെ കറക്റ്റാണ്. ഇൻ്റർവ്യൂ എന്ന് പറയുന്ന എൻ്റെ ഒരു ഞാനെന്നുള്ളൊരു ജേർണലിസ്റ്റിനെ രൂപപ്പെടുത്തിയതിൽ വലിയൊരു പങ്ക്
അഭിമുഖങ്ങൾക്കുണ്ട്. ഇപ്പം ഞാൻ തന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ചാൽ എനിക്ക് വേറൊരു വ്യൂ പോയിൻ്റാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഇൻ്റർവ്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? സമതലത്തിൽ നിന്നുകൊണ്ടാണ് അമ്മ സംസാരിക്കുന്നത്. നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വലിയ മഹാനാണെങ്കിൽ പോലും ഇൻ്റർവ്യൂ രംഗത്തേക്ക് വന്നാൽ അദ്ദേഹവും ഞാനും തുല്യരാണ്. തുല്യതയോട് നടത്തുന്ന സംഭാഷണമാണ് ഏറ്റവും മികച്ച സംഭാഷണം. ഒരാളെ മുകളിലേക്ക് പിടിച്ചിരുത്തി നമ്മൾ സംഭാഷണം നടത്താൻ പോവുകയാണെങ്കിൽ ആ സംഭാഷണത്തിൽ ഒരിക്കലും ഒരു ആത്മാവോ സത്യസന്ധതയോ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ അവരെ ഏട്ടാന്നോ സാറെന്നോ അങ്ങനെയൊന്നും ഞാൻ വിളിക്കാറില്ല. എന്നാ കാരണം എന്ന് വെച്ചാൽ അവരോട് ബഹുമാനമില്ലാത്തതുകൊണ്ടല്ല, മറിച്ച് ഒരു തലത്തിൽ നിന്നുകൊണ്ട് ഇൻ്റർവ്യൂ ചെയ്താൽ മാത്രമേ സ്വച്ഛന്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷേ ഓരോ അഭിമുഖങ്ങളും വഴിത്തിരിവുകളാണ്. അത് എന്നെ തന്നെ സ്ഫുടം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പക്ഷേ എൻ്റെ പല തെറ്റിദ്ധാരണകളും അബദ്ധങ്ങളും തിരിച്ചറിയാൻ വേണ്ടിയുള്ള വഴികൾ കൂടിയായിരുന്നത്. ഇപ്പോൾ ഈ അടുത്തായ ഒരു BJP നേതാവുമായ ഒരു സംഭാഷണം ഉണ്ടായല്ലോ രാജ്യസഭയിലൊക്കെ, ഇവിടെ വളരെ വൈറലായ ഒരു സംഭവമാണല്ലോ. പിന്നെ BJP നേതാക്കളുണ്ടോ കേരളത്തിൽ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്? ഇപ്പം ആരെങ്കിലും വന്നിട്ടുണ്ടോ രാജ്യസഭയിൽ? ഞാൻ സുരേഷ് ഗോപിയാണ് ഉദ്ദേശിച്ചത്. നമ്മൾ വയനാട്ടിലായതുകൊണ്ട് കൂടെ സുരേഷ് ഗോപിനെ ഒരു BJP നേതാവായിട്ട് BJPക്കാർ പോലും കരുതുന്നില്ല. അതാണ് തമാശ. സുരേഷ് ഗോപി BJPയിലാണോ എന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് തന്നെ അറിയില്ല ഇപ്പം. അതാണ് ഓരോ ദിവസവും അദ്ദേഹം വേറൊരു ലോകത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ആ ഒരു ബേസിക്കലി സുരേഷ് ഗോപിയായിട്ട് ഞാനിത് ടു ഗീവ് എന്താ പറയണ്ടത്, അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി പറയാം. സുരേഷ് ഗോപിയായിട്ട് ഞാനൊരു ആശയ വിനിമയത്തിൽ സംഘർഷം ഒന്നും പറയാൻ പറ്റില്ല, ഒരു എക്സ്ചേഞ്ചിൽ വ്യാപൃതരാകുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു റാങ്കറില്ലാതെ, ദേഷ്യമില്ലാതെ, ഒരു പ്രെജുഡിസ് ഇല്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റും. ഒരു പക്ഷേ എന്നോട് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളതും ഒരു പ്രെജുഡിസ് ഇല്ലാതെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് മാധ്യമപ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അതിൽ പലതും വസ്തുതാപരമാണെങ്കിൽ പോലും ഞാനും അദ്ദേഹം തമ്മിലുള്ള എക്സ്ചേഞ്ചസിൽ ഒരു സ്വച്ഛന്തമാണ്. ആ എക്സ്ചേഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചായ കുടിക്കാനോ കെട്ടിപ്പിടിക്കാനോ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. ഞാൻ അദ്ദേഹത്തിന് ഒരു ശരാശരി BJP നേതാവായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഏതോ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഒരു പാർട്ടിയിൽ വന്ന് പെട്ടുപോയതാണ്. അത് അവർക്കും അതൊരു പെട്ടുപോയതായിട്ടാണ് തോന്നുന്നത് ഇപ്പോൾ BJPക്കാർക്കും. അതാണ് ഇപ്പൊ നേരത്തെ സംസാരിക്കുമ്പോൾ ലേണിംഗ് കർവ് എന്നൊരു വാക്ക് ഉപയോഗിച്ചല്ലോ. ഇപ്പൊ പല ഇന്റർവ്യൂസിലും വിമർശിക്കപ്പെട്ട ഇന്റർവ്യൂകളും ഉണ്ട് അല്ലേ? അതായത് ഫോർ എക്സാമ്പിൾ, നമ്മൾ കാലം മാറും തോറും നമ്മൾ ചില കാര്യങ്ങൾ പറയേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ പഴയ മലയാള സിനിമകളിലെ തമാശകൾ ഇന്ന് തമാശകളല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അപ്പം അങ്ങനെ ഒരു പൊളിറ്റിക്കൽ ലേണിംഗ് എന്താണ് പഴയ ഇൻ്റർവ്യൂസിൽ ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഇപ്പോൾ തോന്നുന്ന സംഭവങ്ങൾ? തന്നെ അത് സത്യം പറഞ്ഞാൽ ഒരു ലീനിയറായിട്ട് എനിക്കതിനെ കാണാൻ പറ്റില്ല. സത്യസന്ധമായി പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അത് വേണ്ടിയിരുന്നില്ല എന്ന്, ഓണസ്റ്റ്ലി. പക്ഷേ തന്നെ പറഞ്ഞ വളരെ കറക്റ്റ്. എന്താ കാരണം വെച്ചാൽ കേരള സമൂഹം, ഇന്ത്യൻ സമൂഹവും ലോക സമൂഹവും ഒക്കെ മാറുന്നുണ്ടെങ്കിൽ പോലും കേരള സമൂഹം ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഭാഷയിൽ വലിയ മാറ്റം വരുന്നു. ഇപ്പോൾ എനിക്കിപ്പോൾ ഞാനൊരു സത്യസന്ധമായിപ്പോൾ ഒരു കാര്യം പറയാം. പണ്ടൊക്കെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ എന്തോ നമ്മൾ തമാശയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് തോളത്തട്ടിയിട്ട് എവിടുന്നാണ് റേഷൻ മേടിച്ചുകൊണ്ടിരിക്കുന്നത്, റേഷൻ എവിടുന്നാണ് മേടിക്കുന്നത് എന്ന് ചോദിക്കും. അല്ല, അല്പം ക്ഷീണിച്ച് പോയല്ലോ, ഇതെന്തുതോടെ ഇത് വയറും വെച്ച് കിടക്കുന്നതെന്ന് ചോദിക്കും. ഇന്നത് പറ്റില്ല. ഇന്ന് അങ്ങനെ ഒരു സംഭാഷണം പറ്റില്ല. അത് ബോഡി ഷെയ്മിങ്ങാണ്. ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പം ഈ പറഞ്ഞ വയലാറൊക്കെ എഴുതിയ പഴയ സിനിമാ പാട്ടുകളൊക്കെ ഇപ്പം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലെടുത്തെങ്കിൽ നമ്മൾ കേൾക്കാൻ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രശ്നമായിരിക്കും. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഇപ്പം ഒരു പാട്ടിൽ ഇപ്പം പൊലയക്കള്ളി എന്നൊക്കെയുള്ളൊരു പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പൊലയക്കള്ളി, ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നത് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ലെക്സിക്കൽ അപ്പം നമ്മുടെ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും ഓരോ നിമിഷവും. നമ്മൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഞാനിപ്പോൾ മമ്മൂക്കയോട് സംസാരിക്കുമ്പോൾ ഞാൻ മമ്മൂക്കയോട് പറയുക, മലയാള സിനിമ എത്ര മാറി. മലയാള സിനിമയിൽ തന്നെ പറഞ്ഞ് കറക്റ്റാണ്. പണ്ട് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ മുൻനിർത്തിയാണ് ഹ്യൂമർ വന്നുപോയിട്ടിരുന്നത്. ഒരാൾ ഒരു കാലിലിങ്ങനെ വേച്ച് നടക്കുകയാണെങ്കിൽ അവൻ്റെ ഒറ്റക്കാലെന്ന് പറഞ്ഞോ, അങ്ങനെയൊക്കെയുള്ള പല പദപ്രയോഗങ്ങളിലല്ലേ. ഉദാഹരണം പറഞ്ഞാൽ ഒരു സെറിബ്രൽ പാൾസി വന്ന ഒരാളെ ഒരു
അയാൾ ഏത് രൂപത്തിലാണ് നമ്മൾ മലയാള സിനിമയിലും നമ്മുടെ നിത്യസംഭാഷണത്തിൽ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത്. എന്തിനേറെ ട്രാൻസ്ജെൻഡർ വിഭാഗവുമായി ബന്ധപ്പെട്ട മലയാളിയുടെ സംവാദങ്ങൾ ഈ അടുത്ത കാലം വരെ എന്തായിരുന്നു? വളരെ നെഗറ്റീവായിരുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ 20-25 വർഷം മുമ്പ് ചെയ്തൊരു ഇൻ്റർവ്യൂ ഇന്ന് തന്നെ എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ അതിനകത്തൊരു 10 തെറ്റുകൾ കണ്ടുപിടിക്കും. 10 തെറ്റുകൾ ഞാൻ കണ്ടുപിടിക്കും. പക്ഷേ ഞാൻ യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തതാണോ? കുറ്റം ചെയ്തതല്ല. ആ കാലഘട്ടത്തിലെ ഒരു സൃഷ്ടിയാണത്, അതിന് സംശയമില്ല. കാലഘട്ടത്തിലെ സൃഷ്ടിയാണ്. പക്ഷേ യു ആർ അബ്സോല്യൂട്ട്ലി കറക്റ്റ്. ഒരു പക്ഷേ ഇൻ ഹൈൻസൈറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ പദപ്രയോഗം ഒഴിവാക്കാമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന്. പിന്നെ വേറൊരു ചെറിയൊരു കാര്യം കൂടെ പറയാം, തന്നെ ചോദിച്ചുകൊണ്ട് പറയാം. ചില ഇൻ്റർവ്യൂകൾ, പ്രത്യേകിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് ഇൻ്റർവ്യൂകളൊന്നും എൻ്റെ പിടിയിലല്ല. ഉദാഹരണം പറഞ്ഞാൽ ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്തു, ഒരു ആക്ട്രസുമായി ബന്ധപ്പെട്ട് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് ഞാനങ്ങ് പോകും. എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം എന്ത് ചെയ്യും? ഒരു പക്ഷേ ആക്ട്രസുമായി ബന്ധപ്പെട്ട ചില വിഷ്വൽസ് എടുത്ത് അവിടെ പോസ്റ്റ് ചെയ്യും. ഞാൻ കാണുന്ന പോലും ഉണ്ടാവില്ല. അവരുടെ ഏറ്റവും പ്രകോപനപരമായിട്ടോ അല്ല അവർക്ക് ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള ഒരു പിന്നെ കോണ്ടന്റ് എടുത്ത് വേണമെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് കുറേയും കൂടി വ്യൂവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് ആ വിഷ്വൽ വേണമെങ്കിൽ അവിടെ കാണിക്കും. ഞാൻ മനസ്സാ വാച കർമ്മണ അറിയുന്ന കാര്യമല്ല ഇത് എങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യം. അത് പോസ്റ്റ് പ്രൊഡക്ഷനാണ്. പക്ഷെ പിന്നീട് അത് എയറിൽ വന്നു കഴിയുമ്പോൾ ചിലർ പറയും അതെന്തിനാ ഉപയോഗിച്ച്. പക്ഷേ എപ്പോഴും ധന്യക്ക് അറിയാവുന്നതുപോലെ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ 100% ഉത്തരവാദിത്തമായിട്ട് അത് വന്ന് ഭവിക്കും. പ്രൊഡ്യൂസറുടെ ഉത്തരവാദിത്തമായിട്ട് ഒന്നും കാണില്ല. പക്ഷേ യു ആർ ആബ്സൊല്യൂട്ട്ലി കറക്റ്റ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ ഞാൻ ഇന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന പല പദങ്ങളും പല പ്രയോഗങ്ങളും പല ചോദ്യങ്ങളും പല ഇൻ്റർവ്യൂവിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൽ എനിക്കൊരു കുറ്റബോധമില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ കാലഘട്ടത്തിനനുസരിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സംഭവിച്ചു പോയത്. ഈ ഹൈൻസൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ 8 വർഷം ജോലി എടുത്തത് ടൈംസ് നൗവില. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ ഹൈൻസൈറ്റ് മറ്റാർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നമ്മൾ രാഷ്ട്രീയത്തിലേക്ക് കടക്കാം. ആസ് എ ജേർണലിസ്റ്റ്, ആസ് എ പ്രൊലിഫിക് ഇൻ്റർവ്യൂവർ, രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വാട്ട് ആർ ദ സ്കിൽ സെറ്റ്സ്? എന്ത് സ്കിൽ സെറ്റ്സ് ആണ് ഒരു രാഷ്ട്രീയക്കാരനായി വരാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത്? എനിക്ക് ഒരു പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചതെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തക എന്ന നിലയിൽ ലോകം കാണാൻ പറ്റി, ഇന്ത്യ കാണാൻ പറ്റി, ജനങ്ങളെ കാണാൻ പറ്റി. ഇപ്പോൾ ഞാനിപ്പോൾ ഉത്തരേന്ത്യയിൽ സഞ്ചരിക്കാത്തതായിട്ടുള്ളൊരു സ്ഥലം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലെല്ലായിടത്തും പോയിട്ടുണ്ടാവില്ല. പക്ഷേ മിക്കവാറും എല്ലാ ജില്ലകളും ഞാൻ ടച്ച് ചെയ്തിട്ടുണ്ടാവും. അതിപ്പോൾ ബീഹാർ ആണെങ്കിലും UP ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും ഏത് സംസ്ഥാനമാണെങ്കിലും ആ സംസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട വഴിയിലൂടെയൊക്കെ പോയിട്ടുണ്ട് മിക്കവാറും. എന്നൊക്കെ പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ ഇലക്ഷൻ കവറേജ് എനിക്ക് പ്ലൂറുണ്ട് 89 ഇലക്ഷൻ കവറേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവുക, എവിടേക്ക് പോകുന്നു എങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എത്രയോ ആൾക്കാരുമായിട്ട് നമ്മളിങ്ങനെ സമ്മതിച്ചാണ് നമ്മൾ. ഒരു പക്ഷേ എന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അസറ്റ് എന്ന് പറയുന്നത്, ആസ്തി എന്ന് പറയുന്നത് എൻ്റെ അനുഭവം തന്നെയായിരിക്കും. 2, പലതരത്തിലുള്ള പല വിഭാഗത്തിലുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞതായിട്ട്. 3, ഒരു ഇൻഹിബിഷൻ ഇല്ലാതെ എനിക്ക് വേണം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അതാരുമായിട്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏത് വ്യക്തിയുമായിട്ട് എനിക്ക് വേണമെങ്കിൽ തോളത്ത് കൈവച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. അപ്പം ഒരു പക്ഷേ എനിക്കൊരു പ്രിജുഡിസ് ഇല്ല, ഒരു മുൻവിധിയില്ല. 2, എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു പക്ഷേ നമ്മളൊക്കെ കൊച്ചു കുട്ടികളായി വളർന്നു വരുന്ന സമയത്ത് തനിക്കും ഉണ്ടാകാം, നമ്മുടെ മനസ്സിലൊക്കെ ഒരുപാട് ആരുകളുണ്ട്. അതായത് പലതരത്തിലുള്ള പക്ഷപാതിത്വത്തിൻ്റെയും എഡ്ജസ് നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് പിന്നീട് ഇങ്ങനെ നമ്മളത് ആ ഓരോ ആരും നമ്മൾ അറുത്തറുത്ത് കളഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. ആ ക്രിസ്ത്യൻ സ്കൂളിൻ്റെതായ രീതികളുണ്ട്. പക്ഷെ പിന്നീട് ഒരു കോളേജിലേക്ക് വന്നപ്പോഴും തുറന്ന വിഹായിസിലേക്ക് വന്നപ്പോഴേക്കും ഒരു പക്ഷേ ഞാൻ ആദ്യം പഠിച്ച രീതിയല്ല, അതിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തണമെന്ന് ചിന്തിച്ചു. എനിക്കിപ്പോൾ സങ്കടം തോന്നുന്നൊരു കാര്യം, ഞാനൊക്കെ പഠിച്ച എൻ്റെ കൂടെ പഠിച്ച 2-3 ആൾക്കാരുടെ ഇവിടെ കുര്യൻ തോമസ്, MM തോമസ്, രാജഗോപാൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പയ്യന്നൂർ കോളേജിലാണ് ഡിഗ്രി പഠിച്ചു. പിന്നെ കേരളവർമ്മ കോളേജ് ഇവിടെ തൃശ്ശൂർ PG പഠിച്ചു. പിന്നെ ഡൽഹി പഠിച്ചു. ആ സമയത്ത് നമ്മുടെയൊക്കെ ക്യാമ്പസുകളിൽ അതായത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്ത കുട്ടികൾ പോലും വന്നിരുന്നു. പക്ഷേ അവർക്കൊക്കെ ഭയങ്കര ബഹുമാനം ആ ക്യാമ്പസ് കൊടുത്തിരുന്നു. അതായത് അവർക്ക് ആടാൻ കഴിവുണ്ടെങ്കിൽ ആടാം, പാടാൻ കഴിവുണ്ടെങ്കിൽ പാടാം, രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കഴിവുണ്ടെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനമാകാം. അല്ലാതെ അവരുടെ കുടുംബ ജാതി പശ്ചാത്തലമൊന്നും ഒരിക്കലും ഒരു വിഷയമായിരുന്നില്ല, ഒരിക്കലും വിഷയമായിരുന്നു. പക്ഷെ ഇന്ന്
കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്ത ആ ഇരുണ്ട ശക്തികൾ തിരിച്ചു കയറുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് കള്ളികൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഞാനിതിന് ശേഷം ഡൽഹി പോയപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. ഇത്രയും തുറന്ന ജനാധിപത്യപരമായ ഒരു ക്യാമ്പസ് അന്തരീക്ഷത്തിൻ്റെ ഗുണഭോക്താവായിട്ട് രൂപപ്പെടുത്തിയ ഞാനെന്നുള്ള വ്യക്തി ഡൽഹിയിലെത്തി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പോയപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു കാര്യമുണ്ട്. അന്ന് ദളിത് പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് ആ ക്യാമ്പസിൻ്റെ കോളേജ് ഹോസ്റ്റലാണെങ്കിൽ ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ മുറിയെ കിട്ടുകയുള്ളൂ. ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ മുറി. ഒരിക്കലും ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിദ്യാർത്ഥികൾക്ക് ഒരു കാലഘട്ടത്തിൽ ഈ പറയുന്ന പുകൾപ്പെട്ട ക്യാമ്പസുകളിൽ നിന്ന് നമ്മുടെ ആൾക്കാരെ വിശേഷിപ്പിച്ച പല ക്യാമ്പസുകളിലും അതിൻ്റെ മുഖ്യധാരയിൽ സ്ഥാനം കിട്ടിയിരുന്നില്ല. അപ്പം ഞാനിങ്ങനെ കേരളവും ആ ഒരു ഭൂമിയും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും അന്താളിച്ച് പോയിട്ടുണ്ട്. നമ്മൾ എത്ര മുമ്പിലെത്തി. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ BJP നേതാക്കളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എത്ര വേണമെങ്കിലും മത്സരിച്ചോളൂ കേരളമായിട്ട്, പക്ഷേ നിങ്ങളുടെ നാട് കേരളമാകണമെങ്കിൽ ആക്കണമെങ്കിൽ നിങ്ങൾ 50 വർഷം കാത്തിരുന്നാൽ പോലും ആക്കാൻ പറ്റില്ല. എന്താ കാരണം? കേരളം അത്രത്തോളം മുമ്പോട്ട് പോയിട്ടുണ്ട് എന്ന് ഞാൻ അവരോട് പറയാനുള്ള കാരണം ഒരുപക്ഷെ ഞാൻ അനുഭവിച്ച ഈ ഒരു സ്വാതന്ത്ര്യം. അപ്പോൾ ആസ് എ പൊളിറ്റീഷ്യൻ എനിക്ക് ഓർമ്മയുണ്ട് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സ്പീച്ച്, ഇന്ത്യൻ കോടതികൾ എന്തുകൊണ്ടാണ് ഡൈവേഴ്സിറ്റി ഇല്ലാത്ത എന്നൊരു പ്രസംഗമായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പല പ്രസംഗങ്ങളും സ്പീച്ചുകളൊക്കെ വൈറലായിട്ടുണ്ട്, എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ ടോപ്പിക് അന്ന് ചൂസ് ചെയ്യാൻ കാരണം, ഇന്ത്യൻ കോടതികളെ ഡൈവേഴ്സിറ്റി? അത് ഇതും വളരെ ആകസ്മികമായി സംഭവിച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരു MP രാജ്യസഭയിലോ അല്ലെങ്കിൽ ലോകസഭയിലോ തുടങ്ങുമ്പോൾ ഒരു മെയ്ഡൻ സ്പീച്ച് നടത്തണം. മെയ്ഡൻ സ്പീച്ച്. ആ മെയ്ഡൻ സ്പീച്ച് എന്ന് പറയുമ്പോൾ ഒരു 15 മിനിറ്റ് കിട്ടും. സാധാരണ ഇതിൽ ഇപ്പം ഈ ലോകസഭയിലും രാജ്യസഭയിലും ഒരു MP സംസാരിക്കുമ്പോൾ ആ MPയുടെ പാർട്ടിയുടെ അംഗബലത്തിനനുസരിച്ചുള്ള സമയം കിട്ടുക. പക്ഷേ മെയ്ഡൻ സ്പീച്ചാണ് ആദ്യം നടത്തുന്ന പ്രസംഗമാണെങ്കിൽ നിങ്ങൾക്ക് 15 മിനിറ്റ് തരും. അപ്പം എനിക്ക് ഒരു പർട്ടിക്കുലർ ബില്ലിന് മുകളിലാണ്, ഒരു ഹൈക്കോർട്ട് ജഡ്ജിമാരുടെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടൊരു ബില്ലാണ് മുമ്പിലുള്ളത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആ ബില്ലിൽ സംസാരിക്കുകയാണെങ്കിൽ 15 മിനിറ്റ് കിട്ടും. അപ്പം ഞാൻ അതെൻ്റെ മെയിൻ സ്പീച്ച് ആക്കട്ടെ ഞാൻ ആലോചിക്കുകയും, അപ്പോൾ പിന്നെ ഞാൻ ഒരുപക്ഷെ എനിക്ക് ഈ ജുഡീഷ്യറിയെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും കാണുന്നത് എന്താണ്, ഇന്ന ജഡ്ജി, ഈ ജഡ്ജിയുടെ അച്ഛൻ ജഡ്ജിയായിരുന്നു, മുത്തശ്ശൻ ജഡ്ജിയായിരുന്നു, അയാൾ അമ്മാവൻ ജഡ്ജിയാണ് ഇത്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഈ ബാക്കിയുള്ള മേഖലകളിലൊക്കെ ഒരുപാട് മാറ്റം വന്നെങ്കിൽ പോലും ഇതിങ്ങനെ ഒരു സേക്രഡ് കൗ, ഒരു വിശുദ്ധ പശുവിനെ പോലെ എങ്ങനെയാണ്? അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇതാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു അവസരം. ഒരുപക്ഷെ എനിക്ക് സന്തോഷമുണ്ട്. അതിന് ശേഷം അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന NV രമണയാണ്. NV രമണ ഒരു പത്രക്കുറിപ്പല്ല, ഒരു വിശദീകരണം ഇറക്കി. ഈ എൻ്റെ പ്രസംഗം ചില വസ്തുതകളുണ്ടെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നൊക്കെ അങ്ങനെയാണല്ലോ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇന്ത്യൻ ഹയർ ജുഡീഷ്യറി അത് ശ്രദ്ധിച്ചു. അല്ലെങ്കിൽ ഇന്ത്യയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇത് ശരിയല്ലേ? എന്താ കാരണം? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കർണാടക ഹൈക്കോടതി, ഞാൻ ആ സമയത്ത് പരിശോധിച്ചു, ഇന്നത്തെ എനിക്കറിയില്ല, ധനിക്ക് കൂടുതൽ അറിയായിരിക്കും. കർണാടകയിലെ ബ്രാഹ്മിൺ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 3-4% മാത്രമാണ്. 4% പോപ്പുലേഷനാണ് ബ്രാഹ്മിൺ. കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിമാരിൽ 80% ബ്രാഹ്മിൺസ്. ഇതെങ്ങനെ വരും? പിന്നെ ഇന്ത്യ ഒന്ന് പരിശോധിച്ച് നോക്കുക. ഇന്ത്യ പോലുള്ള ഇത്രയും വലിയ രാജ്യത്ത് ഒരു സുപ്രീം കോടതി ജഡ്ജിയെ ഒരു പിന്നോക്ക വിഭാഗത്തിന് കിട്ടണമെങ്കിൽ 80% പോപ്പുലേഷനുള്ള പിന്നോക്ക ദളിത് വിഭാഗങ്ങളെ മുഴുവൻ എടുത്തു വെച്ചാൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരു ജഡ്ജിയെ ഇന്ത്യൻ സുപ്രീം കോടതിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 980 വരെ കാത്തിരിക്കേണ്ടി വന്നു. 980 വരെ കാത്തിരിക്കേണ്ടി. അപ്പം നമ്മുടെ സോഷ്യൽ റിയാലിറ്റീസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ഏർപ്പാടാണ് ഈ ഏർപ്പാടെന്നുള്ള കാര്യം എനിക്ക് ബോധ്യമായി. അങ്ങനെയാണ് ഒരു പക്ഷേ ആ പ്രസംഗം ഞാൻ നടത്തിയത്. ആ പ്രസംഗത്തിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു ഇപ്പം ജസ്റ്റിസ് ചന്ദ്രചൂഡ് പോലും പിന്നീട് ഇൻക്ലൂസിവിറ്റി വേണം, റെപ്രസെൻറ്റേഷൻ വേണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി ജഡ്ജിമാർ. പണ്ടതൊന്നും പറയില്ലായിരുന്നു. എന്ന കാരണം വെച്ചാൽ ഇവരൊരു ക്ലബ്ബ് മാത്രമായിട്ടാണ് വന്നത്. ഒരു പക്ഷേ ആ ഒരു പ്രസംഗത്തിന് ആ രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടായതിൽ സന്തോഷമുണ്ട്. അതുപോലെ ഈ പല പ്രസംഗങ്ങൾക്ക് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പം ഞാൻ ചെയ്തൊരു പ്രസംഗം, അത് വൈറലായൊരു പ്രസംഗമാണ്. ഇത് ഈ അയോധ്യ മൂവ്മെൻറ്റിൻ്റെ പീക്കിൽ, അതായത് അയോധ്യ ക്ഷേത്രം, അത് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അയോധ്യ ക്ഷേത്രം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുന്നു. ഒരു പ്രധാനമന്ത്രി ഒരു ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. അപ്പം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അവസ്ഥ, ഞാനീ പറയുന്ന ഇപ്പോഴത്തെ അവസ്ഥയല്ല, ഒരുപക്ഷെ
ധന്യ എന്നുള്ള മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാവും, ഇവർക്ക് മനസ്സിലാവില്ല. 2024 തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഭയങ്കര വേവാണ്. 400 പാർ 400 സീറ്റിന് മുകളിൽ മോഡിക്ക് കിട്ടാൻ പോകുന്നു എന്നൊരു പ്രചരണം മീഡിയ അഴിച്ചു വിടുന്നു. അയോധ്യയിൽ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തുന്നു. ഇന്ത്യയിലെ അമിതാഭ് ബച്ചൻ മുതൽ പ്രമാണികൾ മുഴുവൻ അങ്ങ് അണിനിരക്കുന്നു. ഇന്ത്യയിലെ ചാനലുകൾ മുഴുവൻ ഇത് സംപ്രേഷണം ചെയ്യുന്നു. ഇന്ത്യൻ പാർലമെന്റിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയെക്കുറിച്ച് പ്രത്യേക ചർച്ച. കോൺഗ്രസ്സുകാർ പോലും, മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസ്സുകാരും ഭയന്നു. അവർ പോലും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഞാൻ അവിടെ പ്രസംഗിക്കാൻ എഴുന്നേൽക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക, പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് രാമനെന്ന് പറയുന്നത് നിങ്ങളുടെയല്ല, ഞങ്ങളുടെയാണ് രാമൻ. മഹാത്മാഗാന്ധിയുടെ രാമനാണ്, സ്നേഹത്തിൻ്റെ അനുകമ്പയുടെ രാമനാണ്. നിങ്ങൾക്കൊരു രാമനുണ്ട്, ആ രാമൻ എന്ന് പറയുന്നത് നാദൂർ രാമനാണ് എന്ന് ഞാൻ അവരെ നോക്കി പറഞ്ഞു. ധന്യാസ്, അതായത് നിങ്ങൾ വിശ്വസിക്കില്ല, ഞാൻ ഈ പ്രസംഗം ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും BJP മെമ്പറൊക്കെ ഭയങ്കര ക്ഷുഭിതമായി. കോൺഗ്രസ്സിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടാസെ അങ്ങനെയൊന്നും പ്രസംഗിക്കരുത്, നിങ്ങളെയൊക്കെ ഇവർ കൈകാര്യം ചെയ്ത് കളയും, മാത്രമല്ല ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഞാൻ വിചാരിച്ചു എന്ത് സംഭവിച്ചു. പക്ഷേ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം എന്നെ ജാഗ്രതപ്പെടുത്തിയ പല കോൺഗ്രസ്സുകാരും ഞാനന്ന് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പാർലമെൻറ്റിൽ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് ധൈര്യം കാണിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഈ പൊളിറ്റിക്സ് എന്നത് ഇപ്പോൾ ഒരു ഫുൾ ടൈം കരിയറായിട്ട് തീരുമാനിച്ചു. അതായത് കുറെ കാലം ജേർണലിസ്റ്റ് ആയിരുന്നു, ഒരു സിനിമയിൽ അഭിനയിച്ചു. അത് പറഞ്ഞില്ലല്ലോ. പിന്നെ ഇപ്പൊ പൊളിറ്റീഷ്യനായി. സിനിമയിൽ ഞാൻ ഒരു നായകനായിട്ട് അഭിനയിച്ചു, അങ്ങനെ പറയണം. നായകനായി അഭിനയിച്ചു. അപ്പൊ ഇതൊരു ഫുൾ ടൈം കരിയറായി ഇനി തീരുമാനിച്ചോ? ഞാൻ ധന്യോട് പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം ആകസ്മികതകളാണ്, എല്ലാം ആക്സിഡൻസ്. ഓരോ വഴിയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോവുക. പക്ഷേ ഞാനതിൻ്റെ ഒരു കരിയർ എന്നുള്ള രീതിയിലല്ല കാണുന്നത്. പക്ഷേ ഞാനിപ്പം രാജ്യസഭ മെമ്പറാണ്, ഞാനത് പൂർണ്ണമായിട്ടും ആ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ്. അതായത് കഴിയുന്നതും ഇപ്പം എന്നിൽ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പം എന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ അതിനോട് പൂർണ്ണമായും നീതി പുലർത്തണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ പൂർണ്ണമായും അതിനെ കരിയർ എന്ന് ഞാൻ വിളിക്കുന്നില്ല, പക്ഷേ അത് പൂർണ്ണമായിട്ടും ഞാൻ അതിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, എനിക്കുള്ള ഒരു അഭ്യർത്ഥന എന്ന് പറഞ്ഞാൽ, നമ്മുടെ ആൾക്കാരെല്ലാം പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. പൊളിറ്റിക്സ് ഉദ്ദേശിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വരുന്നതല്ല, അപ്പൊളിറ്റിക്കലാകരുത്. എന്താ കാരണം? ഞാൻ എപ്പോഴും പറയാറ് കാര്യം, നമ്മുടെ ഈ മീഡിയ മുഴുവൻ ഈ ഏറ്റവും കൂടുതൽ ഓഡിറ്റിങ്ങിന് വിധേയമാകുന്ന ആൾക്കാർ രാഷ്ട്രീയക്കാരാണ്. ഇവിടെ ഇരിക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ ഓഡിറ്റിങ്ങിന് വിധേയം ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ്. നിരന്തരം വിചാരണയ്ക്ക് ഞങ്ങൾ വിധേയരാകണം. ഒരു കുഴപ്പമില്ല, നല്ല കാര്യം. ഇലക്ഷൻ ഫൈറ്റ് ചെയ്യണം, ജനങ്ങളുടെ വിചാരണയ്ക്ക് തയ്യാറാകണം. ഇത്രയും വിചാരണയ്ക്ക് സ്ക്രൂട്ടനിക്ക് വിധേയരാകുന്ന മറ്റൊരു വിഭാഗം ഇന്ത്യയിലില്ല, ലോകത്തില്ല. ബ്യൂറോക്രസി ഇല്ല, ബിസിനസ്മാൻ ഇല്ല, മീഡിയ ഇല്ല, ഒരു രംഗവും ഇല്ല ഇത്രയും സ്ക്രൂട്ടനിക്ക് വിധേയമാകുന്ന ആൾക്കാർ. പക്ഷെ എന്നിട്ടും നമ്മുടെ മാധ്യമങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു അരാഷ്ട്രീയത നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ ഇഞ്ചക്റ്റ് ചെയ്യുകയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നല്ല സോഷ്യലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള, പ്രബുദ്ധതയുള്ള, ബുദ്ധിയുള്ള, ബോധമുള്ള, വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള വലിയൊരു വിഭാഗം ആൾക്കാർ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുക. അപ്പോൾ അവർ വിചാരിക്കും അവർ ചെയ്യുന്നത് ഭയങ്കര നല്ല കാര്യമാണ്, നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ലപ്പാ. പക്ഷെ അവർ ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരാ. എന്താ കാരണം? അവർ മാറി നിന്ന് കഴിഞ്ഞാൽ ആ ഇടത്തിലേക്ക് വരുന്ന ആൾക്കാർ ലംബൻസ് ആയിരിക്കും, സാമൂഹ്യ വിരുദ്ധരായിരിക്കും, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളതായിരിക്കില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പൊളിറ്റിക്കൽ സ്പേസിൽ മുഴുവൻ ഒരുപക്ഷെ യാതൊരു തരത്തിലും ഗുണമേന്മയില്ലാത്ത ആൾക്കാർ വന്ന് നിറയുകയും അവർ ഈ പറയുന്ന ആൾക്കാരെ ഭരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇതാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? അല്ല. നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് സമൂഹത്തിൻ്റെ ഏറ്റവും നല്ല വ്യക്തികൾ കടന്നു വരണം, ഏത് രംഗത്തുള്ളവരും കടന്നു വരണം. വിദ്യാഭ്യാസവും വിവരവും പ്രബുദ്ധതയും, വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്ന കോളേജ് ഡിഗ്രി അല്ല, ജനങ്ങളുമായിട്ടുള്ള സംസർഗമുള്ള, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാകുന്ന ആൾക്കാർ കടന്നു വന്നാൽ മാത്രമേ
ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് എനിക്ക് മാധ്യമപ്രവർത്തകർക്ക് നൽകാനുള്ള ഉപദേശം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ അരാഷ്ട്രീയത സൃഷ്ടിക്കരുത്. നമ്മുടെ പുതുതലമുറയെ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലേക്ക് ചേർത്ത് നിർത്തണം. എന്താ കാരണം? അവരുടെ ഭാവിയും ഭാഗതയും നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയമാണെന്ന് ആത്യന്തികമായിട്ട് അതായിരിക്കാം ഏറ്റവും മുകളിൽ വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. എനിക്ക് ആക്ച്വലി വേറൊരു കംപ്ലൈൻ്റ് ഉണ്ട്. എൻ്റെ അവസാനത്തെ ക്വസ്റ്റിനേഷൻ നമ്മൾ ഓഡിയൻസിലേക്ക് പോകും. 15 നിമിഷം ഓഡിയൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുക്കും. ഈ ജേർണലിസ്റ്റുകളോട് നിങ്ങൾ ന്യൂട്രൽ അല്ലേ, നിങ്ങൾക്ക് ബയസ് ഇല്ലല്ലോ. ന്യൂട്രൽ ആവാൻ പാടില്ല ജേർണലിസ്റ്റ്. എല്ലാവർക്കും അവരവരുടെ ബയസ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇപ്പോൾ എനിക്കൊരു പൊളിറ്റിക്കൽ ബയസോ അല്ലെങ്കിൽ ഒരു ജെൻഡർ ബയസോ ഉണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആ ബയസ് മാറ്റി വെക്കണം. എന്നാൽ പോലും ഒപ്രസ്ഡ് ആയ ആൾക്കാരെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചൊക്കെ എഴുതാനുള്ളൊരു ബയസായിരിക്കും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവേണ്ടത്. എൻ്റെ അവസാനത്തെ ചോദ്യം, 2019 പാർലമെൻറ്റ്, നരേന്ദ്രമോദി ലീഡ് ചെയ്ത പാർലമെൻറ്റും 2024 പാർലമെൻറ്റും തമ്മിലൊരു വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഓപ്പോസിഷൻ MPസിനും കൂടുതൽ ഒരു ധൈര്യമുണ്ടോ ഒരു പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള സ്പീച്ചസ് നടത്താനും? ഒരു വളരെ ഡിഫറൻസ് ഉണ്ട് ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ. ഇത് അതായത് ഇപ്പം 2019 മോഡിയിൽ നിന്ന് 2024 മോഡിയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് നടിക്കുന്നത് മോഡി മാത്രമാണ്. അതായത് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ പഴയ മോഡി തന്നെയാണ് എന്ന് മൂപ്പർ നടിക്കുന്നുണ്ട്. പക്ഷെ യാഥാർത്ഥ്യം അതല്ല. ഇന്ന് ഞാൻ നേരത്തെ ധന്യോട് പറഞ്ഞല്ലോ, 2019 ആ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അങ്ങനെ ഒന്ന് പ്രസംഗിക്കാൻ ധൈര്യമുള്ള 2-3 MPമാർ മാത്രമേ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഇന്ന് 10-200 MPമാർ ഇന്ന് ഉണ്ടായി എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വന്ന വ്യത്യാസങ്ങളിലൊന്ന്. പക്ഷേ ഇത് സ്ഥായിയായ മാറ്റമാണോ എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. ഒരുപക്ഷെ നമ്മൾ കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ നിരന്തര ജാഗ്രത, നിരന്തര പ്രതിരോധം, നിരന്തര പോരാട്ടം എന്ന് പറയുന്ന പോലെ ഈ 2024 BJP ഏതര രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ BJP വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കിയ ആ ഒരു സ്പേസ് കുറേയും കൂടി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ബോധപൂർവമായുള്ള ശ്രമങ്ങൾ വേണം. അത് കേവലം രാഷ്ട്രീയം കൊണ്ട് മാത്രം പറ്റില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കേവലം മുദ്രാവാക്യങ്ങൾ കൊണ്ടോ പൊതുയോഗങ്ങൾ കൊണ്ടോ മാത്രം അവസാനിക്കുന്ന ഒന്നല്ല. ഇന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതലമാകേണ്ടത് ഒരു കൾച്ചറൽ ആക്ടിവിറ്റീസ്, അതിൽ മീഡിയ ഉൾപ്പെടെയുള്ള ആ കൾച്ചറൽ ആക്ടിവിറ്റീസിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ഇന്ത്യയെ തിരിച്ചു പിടിക്കാൻ പറ്റുള്ളൂ. ആ ഒരു ബോധവും ജാഗ്രതയും ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് എല്ലാവർക്കും, എൻ്റെ പാർട്ടിയിലെയും മറ്റു പാർട്ടിയിലെയും മറിച്ച് പാർട്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് ഉണ്ടാകണം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ നഷ്ടപ്പെട്ടത് കൾച്ചറലിയാണെന്ന് വിശ്വസിക്കുന്നതാണ്. കൾച്ചറലിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിമെന്നും ക്രിസ്ത്യനെന്നും ഹിന്ദു എന്നും പറഞ്ഞ ആൾക്കാർ വേർതിരിയുന്നതിൻ്റെ കാരണം ഒരു കൾച്ചറലാണ്. എന്നുവെച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പറയുന്ന ഒരു വിഷത്തിൻ്റെ വിത്ത് പാകാനുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക അന്തരീക്ഷം ഈ പ്രതിലോമകാരികൾ വർഗീയ ശക്തികൾ സൃഷ്ടിച്ചു. അതിനെ സാംസ്കാരികപരമായിട്ട് നമ്മൾ നേരിടണം. എന്നാൽ മാത്രമേ ഒരു തിരിച്ചുവരവ് ഇന്ത്യക്ക് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരു 10 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പാക് ഇന്ത്യ അല്ലെങ്കിൽ ഒരു അഫ്ഗാൻ ഇന്ത്യ നമ്മളെ സൃഷ്ടിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് മേനി നടിക്കാം. നമുക്കൊരു പാകിസ്ഥാൻ ആകാൻ താല്പര്യമില്ല, നമുക്കൊരു അഫ്ഗാനിസ്ഥാൻ ആകാൻ താല്പര്യമില്ല. നമുക്ക് ഇന്ത്യ തന്നെ ആകണം എന്നുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഈ രാഷ്ട്രീയം മാറൂ. ഇനി ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടോ? 2-3 ചോദ്യങ്ങൾ എടുക്കാം. ഒരുപാടില്ല, ആകെ 2-3 തൊട്ടാ. വളരെ കൃത്യവും വ്യക്തവുമായ നിലപാടുകൾ തുറന്നു പറഞ്ഞ ഒരു സെഷൻ എന്നുള്ള നിലയിൽ വളരെ സന്തോഷമുണ്ട്. രണ്ടുപേർക്കും നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഡാറ്റയാണ് 21ാം നൂറ്റാണ്ടിൻ്റെ ഫ്യൂവൽ എന്ന് പറയാറുണ്ട്. അത് 4G 5G ആയി ബന്ധപ്പെട്ട പ്രസ്താവനയാകും. പക്ഷേ രണ്ടുപേരും മാധ്യമരംഗത്ത് വർഷങ്ങളായി പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ ഞാൻ ആ പ്രസ്താവനയെ മാധ്യമരംഗത്തേക്ക് കൊണ്ടുവരികയാണ്. വ്യൂസിനെ ന്യൂസായും ന്യൂസിനെ വ്യൂസായും അവതരിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ അക്കാര്യത്തിൽ ഡാറ്റ ക്രിയേറ്റ് ചെയ്യുന്നു, കേരള സ്റ്റോറിയൊക്കെ ഇവിടെ പരാമർശിക്കപ്പെട്ടു. പക്ഷെ കൃത്യമായ ഒരു കോംപ്രമൈസിങ് കൂടി ഈ പറഞ്ഞ വിമത ശബ്ദം ഉയർത്തുന്നവരിൽ നിന്നുണ്ടാവുന്നില്ലേ? ഇലക്ടറൽ ബോണ്ടുമായിട്ടുള്ള വലിയ സ്കാം പുറത്തു കൊണ്ടുവന്നത് ധന്യ രാജേന്ദ്രനാണ്. തീർച്ചയായും അതിലൊരു ഒരു അപ്പർ ഹാൻഡ് ധന്യ രാജേന്ദ്രൻ്റെതാണ്. അതേസമയം ഇലക്ഷന് തൊട്ടു മുമ്പ്
ബാബരി മസ്ജിദ് ഡിമോളിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് BBC ഒക്കെ പുറത്തിറക്കിയ ഒരു വലിയ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ അത് പബ്ലിഷ് ചെയ്യാൻ കൈരളിയിൽ കടുത്ത സമ്മർദ്ദം ചെലുത്തേണ്ടി വന്നു എന്ന് കൈരളിയിൽ വർക്ക് ചെയ്ത ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസിന് പോലും അത്തരത്തിലുള്ള ഒരു കോംപ്രമൈസിങ്ങിൻ്റെ ഭാഷ ഉപയോഗിക്കേണ്ടി വരുന്നുണ്ടോ? ഇലക്ട്രൽ ബോണ്ടിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരുന്നു? തുടർന്ന് മുന്നോട്ട് പോയോ കാര്യങ്ങൾ? തന്നെയാണോ ഇതിൽ പകുതി തന്നെ പറയണ്ട? രണ്ടുപേരോടും കൂടിയാണ്. ആണോ? ഓക്കെ. അല്ല, ഇത് കോംപ്രമൈസ് എന്ന് പറയുന്നത് ഇപ്പം ഇന്ത്യൻ മീഡിയ വളരെ യാഥാർത്ഥ്യമാണ്. ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്യപ്പെട്ട ഒരു മീഡിയ ഇന്ന് ലോകത്തിലുണ്ടെങ്കിൽ ഇന്ത്യൻ മീഡിയ ആണെന്ന് പറഞ്ഞ ഒരാളാണ്. ഇപ്പോൾ അമേരിക്കൻ മീഡിയ പോലും ഇത്രയും കോംപ്രമൈസ് ചെയ്യപ്പെട്ടില്ല. ഇതുപോലെ തന്നെ കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ ഒരുപാട് പിൻബലം ഉണ്ടായിട്ട് പോലും ഇന്ന് ഇന്ത്യയിൽ എഡിറ്ററില്ല. അതാണ് ഇന്ത്യയിൽ ഇന്ന് ഈ ധന്യയെപ്പോലുള്ള ആൾക്കാർ നടത്തുന്ന ഓൾട്ടർനേറ്റീവ് മീഡിയ സ്ട്രീംസിലൊഴിച്ച് ഏതെങ്കിലും ഒരു മുഖ്യധാരയിൽ ഒരു എഡിറ്ററുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എഡിറ്ററില്ല. യഥാർത്ഥത്തിൽ പത്രാധിപരുടെ സൂര്യാസ്തമനം കണ്ട മാധ്യമ മേഖലയാണ് ഇന്ത്യയുടേത്. ഞാൻ ഒരുപക്ഷെ നമ്മുടെ സമയം വളരെ കുറവാണ്, ഞാനൊരു ഉദാഹരണം പറയാം. അതായത് ഞാൻ ഡൽഹിയിലെത്തിയ സമയത്ത് അന്ന് രാജീവ് ഗാന്ധി 4/3 ഭൂരിപക്ഷത്തിൽ ഇന്ത്യയിൽ വിരാജിക്കുന്ന സമയം, 4/3 ഭൂരിപക്ഷം. പക്ഷെ അന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ ഈ പറഞ്ഞ 4/3 ഭൂരിപക്ഷമുള്ള ചക്രവർത്തിയുടെ തുല്യമായ അധികാരങ്ങളുള്ള രാജീവ് ഗാന്ധിനെ ഇടതും വലതും പ്രഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബൊഫേഴ്സ് കുംഭകോണം ഉൾപ്പെടെ എല്ലാ ദിവസവും അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ പറഞ്ഞ പോലെ ഇന്ദ്രജിത് ഗുപ്ത, സോമനാഥ് ചാറ്റർജി, മധു ദന്തപതേ, KP ഉണ്ണികൃഷ്ണൻ, എത്ര പേര് ഈ അവിടെ നിന്ന് ഇന്ന് ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു മാധ്യമം, മുഖ്യധാരാ മാധ്യമം, ഞാൻ ധന്യയുടെ മാധ്യമങ്ങളെ കുറിച്ചല്ല പറഞ്ഞത്, ഈ പറഞ്ഞ ടൈംസ് ഓഫ് ഇന്ത്യയോ ഇന്ത്യൻ എക്സ്പ്രസ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി ഉണ്ടോ? ഇന്ന് ഡൽഹിയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു മന്ത്രിയുമായിട്ടുള്ള അഭിമുഖമായിരിക്കും. ഇൻ്റർവ്യൂ വിത്ത് എ മിനിസ്റ്റർ, ഇൻവെസ്റ്റിഗേറ്റീവ്. അതായിരിക്കും ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ജേർണലിസം അത്ര കണ്ട് മാറി. അത് മാറാനുള്ള കാരണം എന്താ? കാരണം ഭയം. ഈ മാധ്യമങ്ങളുടെ പിന്നിലുള്ള കോർപ്പറേറ്റ് താല്പര്യം എന്ന് പറയുന്നത് കമ്പനികളാണ്. എനിക്ക് തോന്നുന്നു മൂപ്പർ ചോദിക്കുന്ന ആ ഭയം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കൈരളി ചാനലിനെ പോലും ബാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇനി ഇപ്പം നിങ്ങൾ കൈരളിയിലെ ഏതോ ഒരാളിൽ നിന്ന് വിവരം കിട്ടി, അതുകൊണ്ട് വളരെ കാണിച്ചല്ലോ അല്ലേ? കാണിച്ചു. അപ്പോൾ അത് വേണമെങ്കിൽ കൈരളിയിലുള്ള ഒരാൾ ചിലപ്പോൾ കാൽപ്പനിക ഭാവത്തിൽ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചതായിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ സമ്മർദ്ദം എന്ന് പറയുന്നത് കൈരളിക്കുണ്ട്. എന്താ സമ്മർദ്ദം? എന്താണ്? എനിക്ക് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയിൽ നിന്ന് കിട്ടുന്ന ഇൻഡാസിന് കയ്യും കണക്കുമില്ല. ചാനലിലെ ലൈസൻസ് പുതുക്കാൻ ചെല്ലുമ്പോൾ എത്രയോ ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. മീഡിയ വണ്ണെ പോലെ ഒരു ദിവസം പെട്ടെന്ന് ചാനൽ ലൈസൻസ് പോയി. അതായത് ഇത്രത്തോളം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രത്തോളം കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം സ്ഫുരിക്കുന്ന ഒരു മേഖലയിലെ ഒരു ചാനലായിട്ട് പോലും നമ്മൾ നിരന്തരം ഒരു നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്നില്ലേ? അതൊരു തൻ്റെ ഇടമല്ലേ? പക്ഷേ കോംപ്രമൈസുകൾ എന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വിപുലമായ അർത്ഥത്തിലാണ്. ഇപ്പം ധന്യയ്ക്ക് പോലും കോംപ്രമൈസ് അല്ല, ധന്യയ്ക്ക് പോലും ചില കാര്യങ്ങൾ ഒന്നും മയപ്പെടുത്തേണ്ടി വരും. എന്താ കാരണം? ഒരുപക്ഷെ ആ ഒരൊറ്റ കാര്യത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്കെതിരെ 10 കേസ് ഫയൽ ചെയ്യുക. 10 കേസ് ഫയൽ ചെയ്ത് നിങ്ങളുടെ സ്ഥാപനം പൂട്ടുന്നതാണോ പ്രധാനം? നിങ്ങൾ ആ സ്ഥാപനം പൂട്ടാതെ മുമ്പോട്ട് കൊണ്ടുപോവുകയും ഇപ്പോഴുള്ള ആ ഒരു കോസ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നതാണോ ശരിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇതാണ് ശരി. നമ്മൾക്കൊരു മിസ്അഡ്വഞ്ചറിസം പാടില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കണം, 25 വർഷം മുമ്പുള്ള ജേർണലിസം ഇന്ന് പറ്റില്ല. കാലം മാറിയിരിക്കുന്നു, ജേർണലിസവും മാറിയിരിക്കുന്നു. പക്ഷേ ഈ ജേർണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതലമെന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങളെങ്ങനെ ഈ മാധ്യമങ്ങളെ സഹായിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഈ മാധ്യമങ്ങളുടെ നിലനിൽപ്പ്. അടുത്ത ചോദ്യം. ഹായ്, ഞാനടങ്ങുന്ന ദളിത് ആദിവാസി സ്റ്റുഡൻസിൻ്റെ സിറ്റുവേഷൻസിനെ കമ്പയർ ചെയ്തതുകൊണ്ടാണ് ഈ ചോദ്യം. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്തതുകൊണ്ട് കേരളത്തിൽ സ്കോളർഷിപ്പ്, ഗ്രാൻസ് ലഭിക്കാതെ കഷ്ടപ്പെടുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട ജോൺ ബ്രിട്ടാസിന് അറിയാമോ? അതുപോലെ 2019 മുതൽ 2021 വരെ 1000-ലധികം കുട്ടികൾ SC/ST സ്റ്റുഡൻസ് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. സ്കോളർഷിപ്പുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അവർ അത്രയധികം ബുദ്ധിമുട്ടിയത് കൊണ്ട് അതിന്
ഭാഗമായിട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു ബില്ല് റീസെൻ്റ്ലി ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ലൈക്ക് ഒരു റെഫറൻസ് ആയിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇത്രയും അധികം ഡിഫറൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റുക? അല്ല, ഞാനിപ്പം ഒരു മാക്രോ ലെവലിലാണ് ഞാൻ പറയുന്നത്. കാരണം ചിലപ്പം സഹോദരി പറഞ്ഞ 100% ശരി. എന്താ കാരണം വെച്ചാൽ ഇപ്പം നമ്മുടെ ഇപ്പം കേരള സമൂഹത്തിൽ ദളിത് വിഭാഗത്തിന് വലിയൊരു പുരോഗതി അനിവാര്യമാണെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. എന്താ കാരണം വെച്ചാൽ എല്ലാ പ്രശ്നങ്ങളും അവിടെ പരിഹരിച്ചു എന്നോ എല്ലാം തികഞ്ഞ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെന്ന് ഞാനോ മറ്റാരെങ്കിലും വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഇപ്പോഴും ഞാനിപ്പോൾ വയനാട് വരുമ്പോൾ തന്നെ ഇന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഷ്റഫ് ഉണ്ട്. എവിടെയുണ്ട് അഷ്റഫേ? എവിടെ പോയി? അഷ്റഫ് എവിടെയുണ്ട്? പോയാ? അഷ്റഫ് ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഈ വിഷയം പോലും മുന്നോട്ട് വന്നിരുന്നു. അതായത് നമ്മൾ മുടക്കുന്ന തുക എത്ര കണ്ട് അവിടെ റിഫ്ലക്റ്റ് ചെയ്യപ്പെടാതെ പോകുന്നു. അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൻ്റെ ഈ ഒരു പുരോഗതിയുടെ ശരിക്കുള്ള ഒരു അടയാളമാക്കി മാറ്റണമെങ്കിൽ ഈ ദളിത് വിഭാഗത്തിൻ്റെ ഔന്നത്യം അല്ലെങ്കിൽ അവരുടെ ഉന്നമനം അനിവാര്യമാണ്. പക്ഷേ ഞാൻ കമ്പയർ ചെയ്തത് ആ അർത്ഥത്തിലല്ല. കമ്പയർ ചെയ്ത് ഞാനെന്നുള്ള മാധ്യമപ്രവർത്തകൻ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഈ അംബേദ്കറെ കുറിച്ചുള്ള ഒരു വലിയൊരു ചർച്ച പാർലമെൻറ്റിൽ നടക്കുന്ന സമയത്ത് ഡൽഹിയിൽ ഗാസിയാബാദ് എന്ന് പറഞ്ഞാൽ ഡൽഹി നഗരത്തിനോട് ചേർന്നുള്ള നഗരമാണ്, നാഷണൽ ക്യാപിറ്റൽ റീജിയനാണ്. അവിടെ ഒരു ദളിത് വിഭാഗത്തിലെ ഒരു ചെറുപ്പക്കാരൻ തൻ്റെ കല്യാണത്തിന് ഒരു കുതിരപ്പുറത്ത് കയറി എന്നൊരൊറ്റ കാരണം കൊണ്ട്, അതായത് സാധാരണ ഈ കുതിരപ്പുറത്ത് കയറി ബറാട്ട് എന്നുള്ള പരിപാടിയുണ്ട്, ബറാത്ത് കിടക്കുക. ദളിത് വിഭാഗക്കാരൻ കുതിരപ്പുറത്ത് കയറി എന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരനെ താഴത്തേക്ക് വലിച്ചഴച്ചിട്ടിട്ട് അവിടെയുള്ള മുന്നോക്ക വിഭാഗക്കാർ മർദ്ദിച്ച് അവശരാക്കി. പിറ്റേ ദിവസം പാർലമെൻറ്റിൽ ആ ചർച്ച വരുമ്പോൾ അത് ഉയർത്താൻ വേണ്ടി ഞാൻ ഇരിക്കുകയാണ്. പക്ഷെ പിന്നീട് പാർലമെൻറ്റ് അലങ്കോലപ്പെട്ടു പോയി. തലസ്ഥാന നഗരിയുടെ അവസ്ഥയാണ്. അപ്പം ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഇതാണ് സംഭവിക്കുന്നത് എങ്കിൽ ഒരുപക്ഷെ നമ്മൾ കാണുന്ന പല സംസ്ഥാനങ്ങളിലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് ഊഹിക്കാൻ പറ്റും. അതുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇവിടെ എൻ്റെ സഹോദരിക്ക് എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനുള്ളൊരു സ്പേസ് ഉണ്ട്. ഇപ്പം സഹോദരി എന്നോട് ചോദിച്ചു, ഞാൻ കേൾക്കുന്നു, ഞാൻ പ്രതികരിക്കുന്നു, ഇവിടെയുള്ള പല ആൾക്കാരും കേൾക്കുന്നു. പക്ഷേ ഈ സ്പേസ് പോലും ഇല്ലാത്ത പല സ്ഥലങ്ങളും ഇന്ത്യയിൽ ഉണ്ടെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. നിങ്ങൾ പറഞ്ഞ 100% ശരിയായ കാര്യമാണ്. അവിടെയൊക്കെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായി എനിക്ക് ഒരു ചെറിയ ചോദ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ജേർണലിസ്റ്റും പൊളിറ്റീഷ്യനും ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. കേരള സർക്കാരിനും ഇപ്പോൾ ഒരുപാട് വിമർശനം ലഭിക്കുന്നുണ്ട് ജേർണലിസ്റ്റുകളെ അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ. ഈയിടെയായിട്ട് പോലും കേസുകളെടുത്ത് ജേർണലിസ്റ്റുകളുടെ ഫോൺ എടുക്കുക. നമ്മൾ ഇപ്പോൾ മോദി ഗവൺമെൻറ്റിനെ വിമർശിക്കുന്നത് നിങ്ങളൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണ്, എന്തിനാണ് ജേർണലിസ്റ്റുകളുടെ ഫോണും ലാപ്ടോപ്പൊക്കെ എടുക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കേരള പോലീസ് 2, 3, 4 പ്രാവശ്യം. അതായത് ജോൺ ബ്രിട്ടാസ് ഒരിക്കൽ പറഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ഇതിൽ, നിങ്ങൾ അതിനോട് സമ്മതിക്കുന്നില്ല ആ രീതിയിലുള്ള ആക്ഷനോട് എന്ന്. അതിനാണോ ഇപ്പോഴും പറയാനുള്ളത്? തന്നെ ഞാനൊരു കാര്യം പറയട്ടെ. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയൽ സിറ്റുവേഷനിലൂടെ അല്ല നമ്മളൊന്നും കടന്നു പോകുന്നു. ഒരുപാട് കുറിപ്പുകൾ. ഇപ്പം എന്നെ ഇപ്പോൾ ജേർണലിസ്റ്റ് വിളിച്ചപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് ജേർണലിസ്റ്റ് എന്നുള്ള മാറ്റി. എന്താ കാരണം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പത്രക്കാരെയല്ല ഇവിടെ മാപ്രകൾ എന്ന ആൾക്കാർ വിളിക്കുന്നത്. എന്താ കാരണം എന്ന് വെച്ചാൽ ഒരുപക്ഷെ ഒരു നമ്മൾ മനസ്സിൽ ആഗ്രഹിച്ച ഒരു വിഭാവനം ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തനമല്ല ഇവിടെ നടക്കുന്നതെന്നുള്ളത് നമ്മൾ തന്നെ തിരിച്ചറിയുന്നുണ്ട്. അതേസമയം തന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ഞാനിത് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. അതിൽ പ്രത്യേകിച്ച് എനിക്കൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിൻ്റെയും പ്രശ്നം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകർക്ക് ആർക്കെതിരെയും എന്തും എപ്പോഴും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആർക്കെതിരെ എന്ന് പറയുമ്പോൾ അവർ ചില ആൾക്കാർക്കെതിരെ പറയില്ല, അത് വാസ്തവമാണ്. പക്ഷേ ആർക്കെതിരെ അവർക്ക് ആഗ്രഹമുള്ളത്. കേരളത്തിന് വെളിയിൽ തന്നെക്കറിയാം, ഡൽഹിയിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് അവിടുത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയെക്കുറിച്ച് ഒരു നെഗറ്റീവായിട്ടൊരു വാർത്ത കൊടുക്കാനുള്ള തൻ്റെ ഇടമുണ്ടോ? കൊടുക്കാൻ പറ്റില്ല, കൊടുത്താൽ വരികയില്ല. പക്ഷേ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് ആർക്കെതിരെ എപ്പോഴും വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം അമിത സ്വാതന്ത്ര്യമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പോലും ആ സ്വാതന്ത്ര്യം അതുപോലെ സംരക്ഷിക്കപ്പെടണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു തർക്കവുമില്ല. എന്താ കാരണം? സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ഭൂമികയേക്കാൾ ഞാൻ ആഗ്രഹിക്കുകയും ഒരുപക്ഷെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത് ഈ അമിത സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് സ്വച്ഛന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന
ഒരു ഭൂമികയാണെന്ന് ഞാൻ തുറന്നു സമ്മതിക്കുകയാണ്. അതിന് വിഘാതം വരുന്ന ഒന്നും നമ്മൾ ആരും ചെയ്യരുന്നുള്ള അഭിപ്രായക്കാരൻ കൂടിയാണ്. Okay. അടുത്ത ചോദ്യം. രണ്ടുപേരുടെ അഭിമുഖം നമുക്കും ഒരു പുതിയ ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി, സന്തോഷം. ധന്യ രാജേന്ദ്രൻ ചോദിച്ചൊരു ചോദ്യം, ബ്രിട്ടാസിൻ്റെ ആ ഒരു കരിയറിൽ എന്നും ഓർക്കുന്ന ഒരു സംഭവം, അതിന് കൊടുത്ത പ്രതികരണം ബാബറി മസ്ജിദിൻ്റെ ഡിമോളിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത കൊടുത്തതാണ്. അത് അവിടെ അച്ചടി മാധ്യമങ്ങളിലൂടെ വന്നതാണ്. വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. എൻ്റെ പറയാൻ ആഗ്രഹിക്കുന്നത് വേറൊന്ന്, രണ്ടുപേരും ഒരുപക്ഷെ ബോധപൂർവം ഒഴിവാക്കിയതാണോ, ഇനി അല്ല ആ ചോദ്യം അത് ഇന്ന് പ്രസക്തമല്ല എന്ന് തോന്നുകൊണ്ടാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭയം കൊണ്ടാണോ? അത് ഞാൻ ഇൻവെർട്ട് കോമഡിയാണ്, ഭയമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഒഴിവാക്കിയൊരു സംഭവമാണ് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ദൃശ്യമാധ്യമത്തിൽ ബ്രിട്ടാസ് നടത്തിയ അഭിമുഖങ്ങൾ കലാ സാംസ്കാരിക മേഖലയിൽ ഉള്ള പലരുമായിട്ട് അഭിമുഖം നടത്തുന്നത് ശ്രദ്ധിക്കാറുണ്ട്. അതിൽ വളരെ ശ്രദ്ധേയമായ ഒരു അഭിമുഖമായിരുന്നു 2012 അത് കേരളത്തിലെ ഒരു ആധ്യാത്മിക വിപണിയെ പൊളിച്ചടുക്കുന്ന ഒരു അഭിമുഖമായിരുന്നു ഗെയിൽ ട്രേഡ് വെല്ലുമായി നടത്തിയത്. ഒരുപക്ഷെ ആ അഭിമുഖം ആയിരിക്കാം പല ആളുകളുടെ ഇടയിലും ഒരു പുനർവിചിന്തനത്തിന് ഒരു ചോദ്യം ഇത്തരത്തിലുള്ള ആധ്യാത്മിക വിപണി നടത്തുന്ന ആൾദൈവ മൊത്ത കച്ചവടക്കാരോട് ചോദിക്കാൻ സാധാരണക്കാർക്ക് ധൈര്യം വന്നത് കൈരളിയിൽ അന്ന് നടത്തിയ ആ ഇൻ്റർവ്യൂ ആയിരുന്നു. ആ ഇൻ്റർവ്യൂ ബോധപൂർവ്വം ഒഴിവാക്കിയതാണോ? അല്ല, എനിക്ക് ഒരു ഗവൺമെന്റിനെയും ഭയം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ നമുക്ക് എല്ലാം സംസാരിക്കാൻ പറ്റില്ല. ഗവൺമെന്റ് അല്ല, അല്ല ഗവൺമെന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ആൾ ദൈവങ്ങൾ അല്ല, അത് തന്നെ ചോദിക്കാത്തതുകൊണ്ട് മാത്രം ഞാൻ പ്രതികരിക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തമല്ല അത്, തന്നെയുടെ തന്നെ ചോദിച്ചിരുന്നെങ്കിൽ. അല്ല, ഇതിപ്പം ഇവരുദ്ദേശിക്കുന്നത് മാതാ അമൃതാനന്ദമയിയെക്കുറിച്ച് പുസ്തകം എഴുതിയ ഗെയിൽ ട്രെഡ്വെഡിനുള്ള ആളെ ഞാൻ അമേരിക്കയിൽ പോയി ചെയ്ത അഭിമുഖത്തെക്കുറിച്ചാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല. ഒന്ന് സമയക്കുറവുണ്ട്, രണ്ട് നമ്മുടെ ഒരു വിഷയത്തിൻ്റെ തീം അതല്ലാത്തതുകൊണ്ട്. പക്ഷേ ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, അന്ന് ആ അഭിമുഖം ചെയ്തപ്പോൾ ആയിരക്കണക്കിന് ഭീഷണികൾ വന്നു, ആയിരക്കണക്കിന് ഭീഷണി. പക്ഷേ കേരളത്തിലെ മറ്റൊരു മാധ്യമ സ്ഥാപനവും എൻ്റെ രക്ഷയ്ക്കോ എന്നെ പിന്തുണച്ചുകൊണ്ടോ രംഗത്ത് വന്നില്ല എന്നുള്ള കാര്യം ഞാൻ അവിടെ പറയുകയാണ്. എന്താ കാരണം എന്ന് വെച്ചപ്പം തന്നെ ഇപ്പം കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഒറ്റപ്പെട്ടുണ്ടായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു, അതിനേക്കാൾ വലിയ ഒരു ഓർഗനൈസ്ഡ് ത്രെട്ട് വന്നപ്പോൾ ഒരുപക്ഷെ എന്നെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരുടെ പക്ഷത്ത് നിൽക്കാനാണ് അന്നത്തെ മാധ്യമങ്ങളിൽ മിക്കവരും തയ്യാറായത്. പക്ഷെ അതെനിക്കിനകത്ത് പരാതിയില്ല. എന്താ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഉദാഹരണം ആരുടെയെങ്കിലും സംരക്ഷണമോ പിന്തുണയോ ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പം തന്നെ പ്രവർത്തിക്കുന്ന അങ്ങനെ ഇന്നയാൾ പേട്രണൈസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടല്ല. പക്ഷേ ഇത് ബോധപൂർവ്വം വിട്ടുകളഞ്ഞതല്ല. അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ പറയുമായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അടുത്ത വയനാട് ലിറ്റററി ഫെസ്റ്റിവലിൽ അതിനെക്കുറിച്ച് നമുക്കൊരു സംവാദം വെക്കാം. അതിൽ ഞാൻ കൃത്യമായിട്ട് വരുന്നതാണ്. അവസാനത്തെ ചോദ്യം. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ലീഗൽ നോട്ടീസ് കിട്ടുന്നത് കൈലാസ എന്ന് പറയുന്ന ഒരു ആർക്കും അറിയാത്ത രാഷ്ട്രത്തിൽ നിന്നാണ്. അതായത് ഈ സ്വാമി നിത്യാനന്ദ എന്ന് പറയുന്ന മനുഷ്യൻ ഓടിപ്പോയി താമസിക്കുന്ന ഒരു രാഷ്ട്രമുണ്ട്. അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ലീഗൽ നോട്ടീസ് കിട്ടുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിനെ ഭയമുള്ളത് കൊണ്ടല്ല, എനിക്ക് സത്യമായിട്ടും ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഡൽഹിയിലെ വലിയ അധികാരം കൈയാളുന്ന ഒരു ഉദ്യോഗസ്ഥനോട് പറഞ്ഞൊരു കാര്യമാണ്, ഇവിടെ സ്ത്രീ പീഡനം നടത്തി ഇവിടെ നിന്ന് ഒളിച്ചോടി വേറെ എവിടെയോ പോയി സ്വതന്ത്രമായൊരു രാഷ്ട്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്വാനെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ പോലുള്ള കഴിവില്ലാത്തവരാണ് ഇന്ത്യയിലെ ഭരണാധികാരികൾ. അവരാണ് വിശ്വഗുരു എന്നും പറഞ്ഞ് നടക്കണത്. ഏത് ഈ കൈലാസം ഉണ്ടാക്കി ഭരിക്കുന്ന ആ നിത്യാനന്ദനെ ഇന്ത്യയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പോലും നമ്മുടെ ഇന്ത്യ സർക്കാരിന് പറ്റിയിട്ടില്ല. ബാക്കി ഒരുപാട് പേര് മറ്റേ നീരജ് മോഡിയും മറ്റേ വിജയ് മല്യയൊക്കെ അവിടെ എപ്പോഴും സൂചിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ഈ സ്ത്രീ പീഡനം നടത്തി എത്രയോ ക്രിമിനൽ കേസുള്ള. അപ്പോൾ എന്തായാലും കൈലാസത്തിൽ നിന്ന് ഷോക്കോസ് കിട്ടിയ ഏക പത്രപ്രവർത്തക തന്നെയാണ്. കൈലാസം എന്ന് പറഞ്ഞാൽ പരമശിവന്റെ ഇടാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയും. കഴിഞ്ഞ ദിവസം ഏക സിവിൽ കോഡ് നിയമത്തെ സംബന്ധിച്ചാണെന്ന് തോന്നുന്നു താങ്കൾ പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്, രാജ്യസഭയിൽ. അത് വളരെ നന്നായിരിക്കുന്നു. അതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം നൽകാൻ സാധിക്കും. അടുത്ത വയനാട് ഫെസ്റ്റിവലിൽ ഞാൻ വരും, അത് 2 കൊല്ലം കഴിഞ്ഞാലേ ഉള്ളൂ. കഴിഞ്ഞ
അല്ല, അടുത്തൊരു പരിപാടിക്ക് ഞാൻ പറയാം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ധന്യയാണ് ഇത് പരിപാടി നടത്തിക്കൊണ്ടിരിക്കണേ. ധന്യയുടെ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് ഞാൻ പെരുമാറുന്നത്. വളരെ നന്നായ ഒരു പരിപാടി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, യാ പ്ലീസ്. പാർലമെന്റേറിയൻസും അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരും പഴയതുപോലെ ഭയക്കുന്നു എന്നൊരു പരാമർശം പറഞ്ഞിരുന്നു. അതായത് പണ്ട് ഏത് ഇഷ്യൂ വന്നാലും കുൽദീപ് നയ്യാരെ പോലുള്ളവർ ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞിട്ട് മീഡിയയിൽ ഉപയോഗിച്ച് വലിയ ചർച്ചകൾ വരുമായിരുന്നു. ഇന്ന് അത്ര ചർച്ചകൾ, വിമർശനങ്ങൾ വരുന്നില്ല. അത് അങ്ങനെ ഒരു പരാമർശം അവിടെ നിന്ന് വന്നിരുന്നു. അതാണ് ഫാസിസം കടന്നു വരുന്നതിന് ഒരു പ്രധാന കാരണം. പാർലമെന്റേറിയൻസും മാധ്യമപ്രവർത്തകരും ഭരണാധികാരികൾ ഭയക്കുന്നു എന്നൊരു പരാമർശം. അത് ഒരു യാഥാർത്ഥ്യമാണ്. ഓക്കെ. മറ്റൊന്ന്, ജോൺ ബ്രിട്ടാസ് പോലും പറഞ്ഞില്ല, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരാൾ BJP-കാരനാണെന്ന് BJP-കാർ പോലും വിശ്വസിക്കുന്നില്ല. പക്ഷേ കേരളം പോലെ ഒരു പച്ചത്തുരുത്തിൽ, ഒരു പ്രതിരോധത്തിൻ്റെ പച്ചത്തുരുത്തിൽ മഹാഭൂരിപക്ഷത്തോടെ, കേരളത്തെ സംബന്ധിച്ച് വലിയ ഭൂരിപക്ഷമാണ്, അങ്ങനെ ഭൂരിപക്ഷത്തോടെ അങ്ങനെ ഒരാൾ വരണമെങ്കിൽ അത് തൃശ്ശൂർ പോലെ ഒരു വലിയ ന്യൂനപക്ഷ വിഭാഗത്തിന് വലിയ സ്വാധീനമുള്ളിടത്ത് വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു സാമ്പത്തിക താല്പര്യമുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, ചർച്ചയാക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ചിട്ട് ബ്രിട്ടാസിൻ്റെ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ സുരേഷ് ഗോപിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനത് ചിലപ്പം ചില തമാശയുടെ ലാഞ്ചന കൂടി ചേർത്തുകൊണ്ടാണ് സംസാരിച്ചത് കേട്ടോ. അതുകൊണ്ട് മനസ്സിലാക്കാം, അതിനെ ലിറ്റററി ആയിട്ട് എടുക്കാൻ പാടില്ല. പക്ഷേ ഇന്നത്തെ അതെ, അപ്പോൾ അത് ഞാനത് ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ചില ഇൻവെർട്ടർ കോമയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻവെർട്ടർ കോമ ഇടാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾ കേൾക്കുമ്പോൾ ഇൻവെർട്ടർ കോമ ഇട്ടോണോ ഇല്ലാത്ത കേട്ടോ, അതാണ് ഇൻവെർട്ടർ കോമ ഇട്ടിട്ട് കേൾക്കണം. പക്ഷേ താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ കേരളവർമ്മ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് ഇപ്പോൾ പറയാൻ തന്നെ എനിക്ക് നാണമാണ്. എന്നുവെച്ചാൽ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു മണ്ഡലം BJP-യുടെ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഒരു വലിയൊരു കളങ്കമാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അതിന് തർക്കമില്ല കാര്യത്തിൽ. ഞാനത് എവിടെയും തൃശ്ശൂർ ആൾക്കാരെ കാണുമ്പോൾ ഞാൻ ആദ്യം പറയുന്നത് നാണമില്ലേ എന്നുള്ള ചോദ്യമാണ്. അതായത് കേരളത്തിൻ്റെ ഈ നന്മകളെ മുഴുവൻ ചോർത്തിക്കളഞ്ഞ് ഇതുപോലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയതിലുള്ള ഒരു അമർഷം ഞാൻ എപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷെ അവിടെ വരുമ്പോഴും ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് അല്ലാത്തൊരു പരമ്പരാഗത ഇൻവെർട്ടർ കോമ ഒരു രാഷ്ട്രീയക്കാരനെയാണ് BJP രംഗത്തിറക്കിയിരുന്നെങ്കിൽ വിജയിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നും ഞാൻ പറയും സ്വാഭാവികമായിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് തൃശ്ശൂർ മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിന് മൊത്തമുണ്ടായ ഒരു കളങ്കമായിട്ട് ഞാനതിനെ കാണുന്നു. തിരുത്താൻ കേരളത്തിന് ഒരു അവസരം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യും. താങ്ക് യു ജോൺ ബ്രിട്ടാസ്. താങ്ക് യു. കുറച്ച് സമയം അടുത്ത സെഷൻ തുടങ്ങാറായി അല്ലേ? താങ്ക് യു വെരി മച്ച് ടു എവറി വൺ. താങ്ക് യു വെരി മച്ച്. ഓക്കെ.